Assalamualaikum. Alhamdulillah. Sallallahu ala nabiyyina Muhammadin wa ala alihi wa sahbihi wa sallama tasliman daiman ila yaumiddin. Amma ba'du. Fattaqullaha ibadallah. അള്ളാഹുവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ ആദ്യം എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സഹോദരന്മാരോട് ഉപദേശിച്ചുകൊള്ളുന്നു. ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളിലുള്ള ചില തെറ്റിദ്ധാരണകൾ ആദ്യം വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സൂറത്ത് മാഇദയിലും സൂറത്ത് നിസായിലും പറഞ്ഞു, ഫൈൻ കുന്തും ജുനുബൻ, നിങ്ങൾക്ക് വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിച്ച് വൃത്തിയാവുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കാൻ പാടില്ല. ശേഷമുള്ള പറഞ്ഞ് ഫൈൻ കുന്തും മർള ഔ അലാ സഫരി ഔ ജാ അഹദും മിൻകും മിനൽ ഖായിതി ഔ ലാമസ്തും നിസാഅ ഫലൻ തജിദു മാഅൻ ഫതയമ്മമു സഗീദൻ ത്വയ്യിബൻ. ഇനി നിങ്ങൾ രോഗികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ്, അല്ലെങ്കിൽ രോഗിയല്ല, യാത്രയിലല്ല, നാട്ടിൽ തന്നെയാണ്, എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ ശുദ്ധി ഉണ്ടായി, ഔ ലാമസ്തും നിസാഅ, അല്ലെ ദാമ്പത്യ ബന്ധം സ്ഥാപിച്ച് വലിയ ശുദ്ധി ഉണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൈലൻ തെജിദുമാൻ, വെള്ളം നിങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ ഫതയമ്മമു സഗീദൻ ത്വയ്യിബൻ, ഭൂമിന്റെ മുകളിലുള്ള വൃത്തിയായ ഭാഗം കൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്യുകയെന്ന് പറഞ്ഞു. അവിടെ ഒരു മുസ്ലിം പണ്ഡിതനും തർക്കമല്ല. കാരണം രോഗിക്ക് വെള്ളം ലഭിക്കാതിരിക്കാനുള്ള നിബന്ധന ഉണ്ടില്ല. വെള്ളം ലഭിച്ചാലും രോഗിയായെന്ന കാരണത്താൽ നമുക്ക് തയമ്മം ചെയ്യാം. ഇനി രോഗം ആവണമെന്നില്ല. നമ്മൾ വെള്ളം ഉപയോഗിച്ചാൽ രോഗം ആകുമെന്ന് ഭയപ്പെടുകയാണ്, എങ്കിലും തയമ്മം ചെയ്യാം. അംർ ബിൻ ആസ് എന്നൊരു പ്രഗൽഭ സഹാബിയെ ഒരു ശരീഅത്ത് എന്ന് പറഞ്ഞ നബി പങ്കെടുക്കാത്ത യുദ്ധം, അതിന് അമീറായിട്ട് നിയോഗിച്ച്, അങ്ങനെ അദ്ദേഹത്തിന് കുളി നിർബന്ധമായി. പക്ഷെ നല്ല തണുപ്പാണ്. അപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ രോഗം ഉണ്ടാവുമെന്ന് അദ്ദേഹം പേടിച്ച്. അപ്പൊ അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു, എനിക്ക് വലിയ ശുദ്ധിയാണ് കേട്ടോ, കുളി നിർബന്ധം, വെള്ളം ഇവിടെ ഉണ്ട്, ഞാൻ രോഗിയല്ല താനും, പക്ഷെ ഈ വെള്ളം ഉപയോഗിച്ചാൽ തണുപ്പ് കാരണം രോഗം മൂർജിക്കുമോ എന്ന് ഞാൻ പേടിച്ചാണ്, രോഗം ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് ഞാൻ തേമം ചെയ്യാണ് കാരണം, തേമം ചെയ്തതിന് ഇഷ്ടമുള്ളവർ തുറന്ന് നിസ്കരിച്ചോളൂ എന്നാണ്. അപ്പൊ നബി കർശന നിയമം കൊടുത്തിരുന്നു, ഇമാമിനെ അനുസരിക്കണം എന്നുള്ളത്. അങ്ങനെ ചില ആളുകൾ മുറുമുറുപ്പോടുകൂടി ഈ സഹാബി അംർ ബിൻ ആസിനെ തുറന്ന് നിസ്കരിച്ച് മദീനയിൽ എത്തിയ ഉടനെ വരെ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ ആരെയാണ് ഞങ്ങൾക്ക് ഇമാമെന്ന് തന്നത്? വലിയ ശുദ്ധി ഉണ്ടായിട്ടും രോഗമല്ല, രോഗി ആയിട്ടില്ല, വെള്ളം ഉണ്ടെന്നാണ്, എന്നിട്ടും രോഗത്തെ പേടിച്ചിട്ട് ഇദ്ദേഹം തേമം ചെയ്ത് നമസ്കരിച്ചു എന്നറിഞ്ഞു. അപ്പൊ അംർ ബിൻ ആസിനോട് നബി ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് ചോദിച്ച്. ആന്നറിഞ്ഞു. എന്തേ നിന്നെ പ്രേരിപ്പിച്ചു ചോദിച്ച്. ഞാൻ അള്ളാഹിന്റെ ഖുർആനിൽ 1-2 സൂക്തങ്ങൾ കണ്ട്, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളെ ശരീരത്തെ സ്വന്തം നാശത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ചാടിച്ചേരുത്. അപ്പൊ ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് രോഗം ഉണ്ടാവുമെന്ന് ഞാൻ പേടിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി അണപ്പല്ല് കാണെ പുഞ്ചിരിച്ചു എന്നാ നബി അതിനെ അംഗീകരിച്ചു എന്നർത്ഥം. അപ്പൊ രോഗിക്കും രോഗത്തെ ഭയപ്പെടുന്നവനും വെള്ളം ലഭിക്കാതിരിക്കാനുള്ള പ്രശ്നമല്ല. യാത്രക്കാരനില്ല, അത് നമ്മൾ മിക്കതും മനസ്സിലാക്കിയിട്ടില്ല. യാത്രയിലാണ് എങ്കിൽ നമ്മൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ വെള്ളം ഉപയോഗിച്ചോണമെന്നില്ല, വെള്ളം ഉപയോഗിക്കൽ ഉത്തമമാണ്, നന്മയാണെന്ന് മാത്രം. യാത്ര എന്നുള്ള കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാം? തേമം ചെയ്യാം. പിന്നെ അള്ളാഹു പറഞ്ഞ്, ഇനി അതല്ല, നാട്ടിലാണെങ്കിൽ, നാട്ടിൽ താമസിക്കാണ്, രോഗിയല്ല, ഒന്നുമില്ല, അങ്ങനെ വെള്ളം ലഭിക്കണില്ല, അല്ലെങ്കിൽ വെള്ളം ലഭിച്ച വെള്ളം നമ്മൾ കുളിച്ചാനൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും
മതിയാവൂല എന്ന് ഭയപ്പെടുകയാണ്. അല്ലെ എത്രത്തോളം ഫിഖിന്റെ ഷാഫി ഫിഖിൽ പറഞ്ഞു, നമ്മുടെ വളർത്തു നായുണ്ട്, വളർത്തു പട്ടി, ആ പട്ടിക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല എന്ന് തോന്നിയാൽ വരെ നമുക്ക് എന്ത് ചെയ്യാം? തേമം ചെയ്യാം. പക്ഷെ അള്ളാഹ് പറഞ്ഞ സഈദ് കൊണ്ട് തേമം ചെയ്യാന്ന്. പക്ഷെ പലപ്പോഴും ആളുകൾ തേമം ചെയ്യാൻ പൊടിച്ച മണ്ണ് കിട്ടണം. ആ പൊടിച്ച മണ്ണിൽ പട്ടി നായൊന്നും തൊടാൻ വരെ പാടില്ല. അതിൽ സിമെന്റോ മണലോ ഒന്നും തന്നെ കൂടിക്കലരാൻ പാടില്ല എന്ന്. നിങ്ങൾ പണ്ടൊക്കെ ഹജ്ജിന് പോണ സമയത്ത് കിണറ്റിലിറങ്ങി മണ്ണെടുത്തിട്ട് ഈ കെട്ടിങ്ങാണ്ട് കൊണ്ടുപോകലാണ്, കാരണം തേമം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില്ല, സഈദ് എന്ന് പറഞ്ഞ എല്ലാ ഭാഷാ നിഘണ്ടുവിൽ പറഞ്ഞ അർത്ഥം വൃത്തിയുള്ള ഭൂമിന്റെ മുകളിലുള്ള ഏത് വസ്തുവും. നബി ഒരിക്കൽ സഹീഹ് ബുഖാരി കാണാം, നബി വാക്കുബലയിലെ ജിദാർ, ഒരിക്കൽ നബി ചുമരിന്റെ നേരെ തിരിഞ്ഞു എന്നാ. എന്നാൽ ആ ചുമലുമേൽ കൈവച്ചും കണ്ടെന്ത് തേമം ചെയ്ത്. പിന്നെ നബ്സാസം പറഞ്ഞ എന്റെ സമുദായത്തിന് വേറെ ആർക്കും അനുവദിക്കാത്ത 5 കാര്യങ്ങൾ പ്രത്യേകം അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ജൂയിലത്തിലിൽ അർദു മസ്ജിദം വത്തഹൂറ, എനിക്ക് ഭൂമി മുഴുവനും പള്ളിയും കുളിക്കാനും ഒതുക്കാനുള്ള വസ്തുവും ആക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഐനമ അദ്റക്കത്ത് ഉമ്മത്തി, ഐനമ അദ്റക്കത്ത് റജുലം മിൻ ഉമ്മത്തി വഇൻദഹു മസ്ജിദുഹു വഇൻദഹു തഹൂറുഹു. അതുകൊണ്ട് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന് എവിടെ വെച്ച് നമസ്കാരമായാലും അവന്റെ അടുത്ത് പള്ളിയുണ്ട്, വൃത്തിയാക്കാനുള്ള ഒതുക്കാനും കുളിച്ചാനുള്ള വെള്ളവും വസ്തു ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഇവങ്ങൾ ഇതിലൊന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിച്ചു നോക്കൂ. ട്രാൻസ്പോർട്ട് ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ 5 നിസ്കാരം ബസ്സിൽ വെച്ച് ബസ്സിൽ നിസ്കരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിച്ചിങ്ങാണ്ട് കാഫറാവേണ്ടി വരും എന്നർത്ഥം. രണ്ടിലൊന്ന് ചെയ്യേണ്ടി, ഒന്നെങ്കിൽ ബസ്സിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ നിസ്കാരം ഉപയോഗിച്ചിട്ട് കുഫറിന്റെ പണിയെടുക്കേണ്ടി വരും എന്നർത്ഥം. അപ്പം ഒരു പ്രശ്നമില്ല, നമ്മുടെ ആ ബസ്സിൽ ഏതെങ്കിലും വൃത്തിയുള്ള സീറ്റിലൊന്ന് കൈവെക്കുക. ആ ബസ് തന്നെയാണ് നമ്മളെ പള്ളി. നിങ്ങൾ ചിലപ്പോൾ ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അരമണിക്കൂർ സമയമുണ്ട് എന്നേ പറയുള്ളൂ, ഭക്ഷണത്തിന് അരമണിക്കൂറുണ്ട്. അപ്പൊ പള്ളി നമ്മൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ പള്ളി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ആ ബസ് നമ്മുടെ പള്ളിയാണ്. ആ ബസ്സുള്ള വൃത്തിയുള്ള ബസ്. ഞാൻ വൃത്തി ഇല്ലാന്ന് തോന്നിയാൽ നമ്മുടെ ബാഗ് ഉണ്ട് വിചാരിക്കുക, ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് മേൽ ഒന്ന് കൈവെക്കുക എന്നർത്ഥം. പിന്നെ ഞാൻ പിന്നീട് വിശദീകരിക്കാം. അല്ല, നമ്മൾ വിമാനത്തിലാണ്, വിമാനത്തിലാകുമ്പം ആ പിന്നിൽ ചെറിയ ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ, കുറച്ച് വെള്ളമേ വരുള്ളൂ, നമുക്ക് കുളിക്കാനോ ഒതുക്കാനൊന്നും സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ നബി പറഞ്ഞ ആ വിമാനം തന്നെയാണ് നമ്മളെ പള്ളി. ആ വിമാനത്തിലെ വസ്തു തന്നെയാണ് വൃത്തിയാക്കാനുള്ള നമുക്കുള്ള ഒതുക്കാനുള്ള ഇതും. അല്ലെ ട്രെയിനിലാണ്. എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവാറുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് ഫസ്റ്റ് 5 മണിക്ക് ട്രെയിന്. അപ്പൊ പലപ്പോഴും സുബീന്റെ ഭാഗം കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ കോഴിക്കോട് എത്തണാകുമ്പോൾ 7 മണിയാവും ചെയ്യും. കാരണം അന്ന് ഡബിൾ ഇല്ല, ഒന്നുള്ളൂ, ക്രോസിംഗ് ഇങ്ങനെ വരും. ധാരാളം സ്ത്രീകളെ സുഹൃത്തുക്കളെ പള്ളി ഈ ട്രെയിനിൽ കാണാം. മുഖമൊക്കനിട്ട സ്ത്രീ ഒറ്റൊന്ന് നിസ്കരിക്കണം കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ സീറ്റിൽ നിന്ന് നിസ്കരിക്കണം കണ്ട അവർക്ക് വലിയ അത്ഭുതത്തോടു കൂടെ നോക്കണാണ്. അപ്പൊ ഈ സ്ത്രീയും പുരുഷനെ എപ്പോഴാ നിസ്കരിക്കുക? കാരണം സുബീന്റെ ബാങ്ക് കൊടുക്കണ മുമ്പ് വണ്ടി പുറപ്പെടുകയാണ്. കോഴിക്കോട് എത്തുമ്പോഴേക്കും സുബീന്റെ സൈമ് തെറ്റും ചെയ്യുകയാണ്. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ ആ സീറ്റിൽ എവിടെയൊന്ന് കൈവെക്കുക. അപ്പൊ ട്രെയിനെ ഞങ്ങൾ ഈ കമ്പി ചങ്ങല വലിച്ചിങ്ങാണ്ട് പള്ളി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമല്ല. ആ ട്രെയിൻ തന്നെയാണ് നമ്മളെ പള്ളി. ആ ട്രെയിനിലെ ഏതെങ്കിലും വസ്തു തന്നെയാണ് വൃത്തിയാക്കാനുള്ള വസ്തുവും. അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലാണ്, തിരക്ക് പിടിച്ച നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സാധ്യമല്ല എങ്കിൽ ആ ഓഫീസ് തന്നെയാണ് പള്ളി. നിങ്ങളെ മുന്നിലുള്ള ഫയലിന്റെ കെട്ടുണ്ടല്ലോ, ആ ഫയലിന്റെ കെട്ട് തന്നെയാണ് നമുക്ക് ഒതുക്കാനുള്ള വസ്തുവും. അപ്പൊ ഇത് ഇസ്ലാമിലൊരു ഇളവ് വെച്ചതാണ്. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ചത് എന്ത് വേണം? ഒന്നാമത് മണ്ണ് തന്നെ വേണമെന്ന, രണ്ടാമത് തേമത്തിന് 2 അടി വേണമെന്ന. സഹീഹ് ബുഖാരി ബാബു തയമ്മുമി നിർബത്തുമായ തേമത്തിന് 1 അടിയുള്ളൂ എന്ന. പിന്നെ തേമം മുഖത്തിനും കൈപ്പടത്തിനും അത് ഖുർആൻ തന്നെ കിട്ടും. ഉദുവിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല ഇതിൽ മറാഫിക്ക് എന്ന് പറഞ്ഞു, മുട്ട് വരെ. തേമത്തെ കുറിച്ച് പറഞ്ഞപ്പം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇബ്നു അബ്ബാസിനോട് ചോദിച്ച്, ഈ തേമം ചെയ്യുമ്പോ മുട്ട് വരെ തടവണോ, കൈപ്പടം തടവിയാ മതിയോ? അപ്പൊ അദ്ദേഹം നബിചര്യക്ക് പോകാതെ ഖുർആനെ കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ച്.
അള്ളാഹ് ഉദുവിനെ കുറിച്ച് പറഞ്ഞപ്പം ഇലൽ മറാഫിഖി എന്ന് പറഞ്ഞു. തേമത്തെ കുറിച്ച് പറഞ്ഞപ്പം ഐദീക്കും കൈ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കൈ എന്ന് പറഞ്ഞാൽ കൈപ്പടത്തിനാ പറയത് എന്ന് പറഞ്ഞ കാരണം അസാരിക്ക് വസാരിക്കത്ത് ഭക്തവും ഐതിഹ്യവുമാണെന്നാണ്. മോചിച്ച ആണിന് പെണ്ണിന് കൈ മുറിച്ചണം എന്ന് പറഞ്ഞു. അതെവിടെയാ മുറിച്ച? കെഫുമല മുറിച്ച. അപ്പൊ എത് എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ ഈ കൈപ്പടത്തിനാ പറയാ. അതുകൊണ്ട് തേമം മുഖത്തിനും കൈപ്പടത്തിനും അന്ന് ഖുറാനെ കൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് സമർത്ഥിക്കുക ചെയ്തത്. അപ്പൊ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആസ്പത്രി കിടക്കണം, നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നിസ്കരിക്കണം. ചുമരുമക്ക് കൈയെത്തെങ്കിൽ ചുമരുമക്ക് നീട്ടുക. അതിന് സാധ്യയില്ല ബെഡിൽ ഒന്ന് വാടി കൈ വെക്കുക. എന്നിട്ട് മുഖം തടവുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയിന്റെ പുറഭാഗവും വലത് കൈ കൊണ്ട് കൈപ്പടത്തിന്റെ പുറഭാഗവും കഴിഞ്ഞ് ലഘുവായൊരു പരിപാടിയാണ് എന്നർത്ഥം. പക്ഷെ ഈ തെറ്റിദ്ധാരണ കാരണത്താൽ സുഹൃത്തുക്കളെ, പണ്ട് ഒരുത്തന് എലിന്റെ ശല്യം കാരണം ഇല്ലം തന്നെ ചുടാൻ പത്ത് കൊടുത്തു നിന്നാ. ഇല്ലം തന്നെ ചുടാൻ പറഞ്ഞ എലിനാട്ടാൻ വേണ്ടി ആ ഫത്വകളാണ് ഇന്ന് മിക്കതും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വെള്ളമില്ലല്ലോ അല്ലെങ്കിൽ തേപം ചെയ്യാൻ മണ്ണ് വേണ്ടേ ആക്കെ തെറ്റിദ്ധാനുണ്ടായത്. അതാണ്. പിന്നുള്ളത് നബിസ്ലാസം പറഞ്ഞു, നിങ്ങൾ അണികൾ സുഫൂഫക്കുന്നാണ്, നിങ്ങൾ അണികൾ ശരിയാക്കണം, വിടവുകൾ നികത്തണം എന്ന് പറഞ്ഞു. അല്ലാത്ത പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്നറിഞ്ഞു. അപ്പൊ അണികൾ ശരിയാക്കണമെന്നത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. നിസ്കരിക്കുമ്പോൾ അത് പൂർത്തീകരണമാണ് എന്ന് നബി പറഞ്ഞു. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചത് അണി പൂർത്തിയാവണമെങ്കിൽ ഇപ്പൊ ചില പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ തന്നെ സാധിക്കൂല. ഈ ബെരലുമേൽ ഇങ്ങനെ ചവിട്ടണം എന്നാ, അങ്ങോട്ടും കൊണ്ട് ചവിട്ടണം എന്നാ, എന്നാലേ സെഫ് പൂർത്തിയാവുള്ളൂ എന്നാ. എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. തിരൂർക്കാട് അവിടെ പള്ളി മറ്റവരുടെ നിയന്ത്രണത്തിലാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മറ്റൊരു വിഭാഗത്തിന്റെ. അപ്പൊ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി മഗ്‌രിബിന് അവരെ പള്ളിയിൽ ചെന്ന്, മഗ്‌രിബ് കഴിഞ്ഞിട്ടാ ഖുർആൻ ക്ലാസ്. അപ്പൊ ഞാനിങ്ങനെ കയറി വരുന്നത് അവിടുത്തെ ഇമാമ് പ്രത്യേകം വീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോടൊരു വൈരാഗ്യം തീർക്കാനെന്ന് അറിയില്ല. ഇക്കാമത്ത് കൊടുത്തിട്ടും ഇദ്ദേഹം നിസ്കാരം തുടങ്ങാതെ ഞാൻ അവിടെയാ നിൽക്കുന്നത് നോക്കി അന്വേഷിച്ച. എന്നിട്ട് അടുത്ത് വന്നിട്ട് ഒരു ചീറല്, മൗലവി നിങ്ങളെ നിസ്കാരം ശരിയല്ല എന്നറിഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ച്, നിങ്ങൾ അപ്പുറത്തുപ്പുറത്തുമുള്ള ആളെ വിരലുമ ചവിട്ടിയിട്ടില്ല എന്നറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് അവരോട് പറഞ്ഞൂടെ എന്റെ വിരലുമ ചവിട്ടാം? ഇതെന്ത് എന്നോട് മാത്രം എന്റെ നിസ്കാരം ശരിയല്ല എന്ന് പറഞ്ഞത്? എന്റെ വലതും രണ്ടാളുണ്ടല്ലോ, അവരോട് ഇങ്ങോട്ട് ചവിട്ടാൻ പറഞ്ഞൂടെ ചോദിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പഠിപ്പിച്ചോളെ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു. കാരണം ഹദീസ് ഗ്രന്ഥത്തിൽ നബി പറഞ്ഞത് സ്വഫ് ശരിയാവാനും മടമ്പുകൾ ശരിയാക്കുക, ചുമലുകളും ശരിയാക്കുക, പിന്നെ ഒരു ആട്ടിൻകുട്ടിക്ക് നിൽക്കാനുള്ള വിടവുണ്ടാവരുത് മാത്രം. അത് അബൂദാബിന്റെ റിപ്പോർട്ട്. സ്വഫിൽ വിടവുണ്ടായെന്ന് പറയണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടിക്ക് നിൽക്കാനുള്ള വിടവുണ്ടാവരുത്. അല്ലാതെ ഇസ്ലാമിൽ സുജൂദിൽ നമ്മൾ സുന്നത്ത് പഠിച്ചല്ലോ, കൈ ഇങ്ങനെ അകറ്റി പിടിച്ചണം ആണും പെണ്ണും. സുജൂദിൽ കക്ഷത്ത് കൂടെ ഒരു ആട്ടിൻകുട്ടിക്ക് കടന്നു പോകാൻ വിടവുണ്ടാവുന്ന. പിന്നെ സലാം വിടണ എല്ലാ അത്തയ്യാത്തിനും നമ്മൾ തവറുക്കിന്റെ ഇരുത്തായിരിക്കുക, ചന്തി നിലത്ത് വെച്ചിരിക്കണം. ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ചവിട്ടിയിരുന്നാല് പിന്നെ ഈ സുന്നത്ത് എടുക്കാൻ പറ്റുമോ? കാരണം നമ്മൾ ഇരിക്കുമ്പോൾ ഓന്റെ കാൽമേലല്ലേ ചന്തി വെച്ചിരിക്കുക, പിന്നെ ഓൻ വെറുതെ കുത്തിരിക്കും. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കൂലേ നമ്മൾ ഓന്റെ കാൽമേൽ ചന്തി വെച്ചിരുന്നാല്? അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കാൻ സാധിക്കണ നിലക്ക് നിങ്ങൾ അണി കെട്ടിയാൽ മതി. ആദ്യകാലത്ത് പള്ളി വിശാലല്ലായിരുന്നു, ആ ഹദീസ് കാണാം. അപ്പൊ നബി വളരെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. പിന്നെ പള്ളി വിശാലമായപ്പോൾ ഈ സുന്നത്തൊക്കെ കിട്ടണ നിലക്ക് ഒരു ആട്ടിൻകുട്ടിക്ക് പ്രവേശിക്കാനുള്ള ഇടമില്ലാത്ത നിലക്ക് നിൽക്കാൻ പറഞ്ഞതാ. എന്നിട്ട് അതാണ് ഇന്ന് ചിലപ്പോ യാഥാസ്ഥികന്മാരെ പള്ളിയിൽ പോയാൽ നമുക്ക് കുശുവോടുകൂടി നിസ്കരിക്കാം. ഇവരുടെ പള്ളി ചില പള്ളികളിൽ പോയാൽ സാധിക്കൂല. കാരണം ബെർലൈമൽ എനിക്കാണ് വലിയ തരിപ്പാണ്. ഇപ്പൊ ചുങ്കത്തറ പള്ളിയിൽ തല്ല് വരെ നടന്ന് എന്ന് പറഞ്ഞ ഒരുത്തന്റെ കാൽമ ചെറുവരൽമ മുറിവുണ്ട്. ഇവങ്ങനെ ചവിട്ടൻ, അപ്പൊ ഇങ്ങനെ കളിച്ചപ്പോ അതിനും പിന്നെയും ചവിട്ടും. അതിൽ ഒരു കുത്തു കൊടുത്ത് നിസ്കാരത്തിൽ തന്നെ മടം കൈകൊണ്ട്. എന്നിട്ട് ഓന്റെ കാലിന് നല്ലൊരു ചവിട്ടമാണ് കൊടുത്ത്. അതാ വേണ്ടി എങ്ങോട്ട് ചവിട്ടുമ്പോൾ അങ്ങോട്ടും ചവിട്ടുക, നന്നായിട്ട് മേലെ കയറിയിട്ടാണ് കാലിന്റെ മേലെ കയറി ചവിട്ടുക. അപ്പൊ അതൊക്കെ തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കളെ, അങ്ങനെയല്ല. നിങ്ങൾ മടമ്പുകളാണ് ശരിയാക്കേണ്ടത്. കാരണം കാല് വലുത് ഗൾഫിലൊക്കെ ബെരലാൻ നോക്കുക, സൂര്യയിലൊക്കെ അർമില് വരെ അവര് ഈ ബെരലാവുമ്പോ സ്വഫ് ശരിയാവുമോ? എത്ര നീളമുള്ള കാലുള്ളവരുണ്ടാവൂലേ, ചെറിയ കാലുള്ളവരുണ്ടാവൂലേ? അപ്പൊ സ്വഫ് ശരിയാണെങ്കിൽ മടമ്പുകളാണ് ശരിയാക്കേണ്ടത്.
പിന്നെ ഒരു ആട്ടിന് കുട്ടിക്ക് നിൽക്കണ മാറില്ല വടവുണ്ടാവരുത്, ഇത്രയും നബിചാരി വന്നിട്ടുള്ളൂ. പിന്നൊക്കെ ചില ധാരണകൾ ഉണ്ടായ മറ്റവന്റെ ബന്ധമ ചവിട്ടണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നബിസാസം പറഞ്ഞ് കുന്തു നഹൈത്തുക്കുമൻ സിയാറത്തിൽ കുബൂരി ഫസൂറുഹ, ഖബർ സന്ദർശിക്കണ്ടെന്ന് ഞാൻ കൂടെ പറഞ്ഞിരുന്നു, ഇനി മുതൽ നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഖബർ സിയാറത്തിന് ഒരിക്കലും വഹാബി പ്രസ്ഥാനം എതിർക്കണം, നമ്മൾ എതിർക്കണില്ല. കാരണം നബി എന്നെ പറഞ്ഞതാണ് ഖബറിഞ്ഞ് ഖുർആനത് കിട്ടും എത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞ് അതിനിങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തത് ഖബർ സന്ദർശിക്കണം എന്നുള്ള അർത്ഥവും അതിന് എങ്ങനെ കൊടുക്കാന്നർത്ഥം. അപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ സൂചനയിൽ നിന്ന് കിട്ടും, പിന്നെ നബിചരിയിൽ നിന്നും കിട്ടും ഖബർ നമുക്ക് സന്ദർശിക്കാം. പക്ഷേ ഇത് ധാരാളം തെറ്റിദ്ധാരണക്ക് വിധേയമായി. എന്ന് പറഞ്ഞാൽ ഖബർ ടൂർ പോകാനുള്ളത് കേട്ടിട്ടില്ലേ? സിയാറത്ത് ടൂർ എന്നറിയും. അപ്പൊ സിയാറത്ത് ടൂർ എന്നാന്നോട്ടൊന്നില്ല. അതായത് നമ്മുടെ ഉമ്മ ഇപ്പം മംഗലാപുരത്താ മരിച്ചു കിടക്കണമെന്ന് വിചാരിക്കുക. നിങ്ങളെ ഉപ്പ മംഗലാപുരത്തെ കാസർഗോഡാ, ഇന്നത് പരിശുദ്ധ റംസാൻ മാസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാന്റെ ഖബർ സന്ദർശിക്കാനായിട്ട് കാസർഗോഡേക്ക് ബസ് കയറാൻ പാനം കയറാൻ പാടില്ല. പക്ഷെ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ മംഗലാപുരത്ത് ചെന്നതാണ്, കാസർഗോഡ് ചെന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സന്ദർശിക്കാം. അത് ഷാഫി മദ്ഹബിലെ അദ്റൈ എന്ന ഇമാമ് വരെ പറഞ്ഞ് ഖബർ സന്ദർശിക്കാനായിട്ട് പ്രത്യേക യാത്ര പാടില്ല എന്നാ, ഷദ്ദുറിഹാല് പാടില്ല എന്നാ. എന്തോ കാര്യത്തിന് നമ്മൾ കാസർഗോഡ് എത്തിയാൽ നമ്മുടെ ഉമ്മ അവിടെ ഉണ്ട്, ഉപ്പ അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചെല്ലാന്നല്ലാതെ റംസാൻ മാസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാന്റെ ഖബറും ബാപ്പാന്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി വണ്ടിയേരി ബസ്സേരി പോവുക, അതില്ല എന്നർത്ഥം. തെറ്റിദ്ധാരണ. പിന്നെ ഖബർ സന്ദർശനവും പൈസ ഇടലും തമ്മിൽ ബന്ധമില്ല. ഇതൊക്കെ പൈസ എന്താണത്? ഇപ്പൊ ഒരു തിരുകേശം എന്ന് പറഞ്ഞിട്ട് ഒരു മുടി ഉദ്ഘാടനം ചെയ്യാം, നമ്മളൊക്കെ പോയിട്ട് വെള്ളം കുടിച്ച് പോരാ, പൈസ ഇടരുത്. എന്നാ പിന്നെ ഓലാത് അത് ആൾക്കാരിങ്ങിന്റെ മുടിയാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ മാറ്റിന്ന് വരും. ഈ പൈസ മതൊക്കെ ഉണ്ടാണത്. ഖബർ സന്ദർശിച്ചു പോരാ, പൈസ ഇടാതെക്കുക. എന്നാ ഈ ജാറൊക്കെ പൊളിച്ചിങ്ങാണ്ട് പേര് വേറെ എന്തേലും വാടക വീട് എന്തേലും വാടക റൂമൊക്കെ ഉണ്ടാക്കി തരും. എല്ലാരും അജ്മീലും നാഗൂരിലും പുനമ്പത്തും ഒക്കെ പോവുക തന്നെ, സന്ദർശിച്ച് സലാം പറഞ്ഞു പോരുക. ഒറ്റ 10 പൈസ അവിടെ ഇടരുത്. അപ്പൊ ഇതൊന്നും പൈസ ബന്ധപ്പെട്ടതല്ല. നമ്മൾ ഖബർ സന്ദർശിക്കുന്ന എന്തിനാ? തുതക്കിറുക്കുമ്പോൾ ആഖിറ, നബി എന്നെ പറഞ്ഞു, ആഖിറ സഫലീകരണത്തിനല്ല. പിന്നെ ഏതാണ് ഈ മനുഷ്യൻ പഠിച്ചോനെ? ഇയാൾ എയർ കണ്ടീഷൻ റൂമിൽ മാത്രമേ കിടക്കുള്ളൂ, ഇവിടെയല്ലത് ഇയാൾ ഇവിടെ ഈ മണ്ണിലല്ല കിടക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് മരണത്തെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ മുസ്ലിമിന്റെ ഖബർ, കാഫറിന്റെ ഖബർ, സാലിന്റെ ഖബർ, നബിന്റെ ഖബർ വ്യത്യാസമല്ല. ആരെ ഖബർ? അമുസ്ലിമിന്റെ ഖബർ വരെ സന്ദർശിക്കാം. അത് നബി ഉദ്ധരിച്ച ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ച കാണാം. മുശ്രിക്കിന്റെ ഖബർ നമുക്ക് സന്ദർശിക്കാം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്റെ ഖബർ സന്ദർശിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടില്ല. നബിന്റെ ഖബർ, എന്റെ ഖബറുകൾ സന്ദർശിച്ച പ്രത്യേകം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് വാറോല കെട്ടിണ്ടാക്കിയ ഹദീസുകൾ ഉണ്ടെന്നല്ല, ഒറ്റ സ്ഥിരപ്പെട്ട ഹദീസ് നമ്മൾ കാണൂല. അപ്പൊ സാലിന്റെ ഖബറിന് ഒരു പ്രാധാന്യം, മുസ്ലിമിന്റെ ഖബറിനില്ല. ഖബർ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തെക്കുറിച്ചും ദുനിയാവിനെ കുറിച്ചും ഒരു വിരക്തി ഉണ്ടാക്കലാണ്. അതുകൊണ്ട് ആരെ ഖബർ നമുക്ക് സന്ദർശിക്കാം, അതിൽ പ്രത്യേകത നൽകുന്നില്ല എന്നർത്ഥം. പിന്നെ യൂഫൂന ബിൻ നദിരി എന്നുള്ള പറഞ്ഞു, വിശ്വാസികൾ നേർച്ച പൂർത്തിയാക്കുന്ന പറഞ്ഞു. അപ്പൊ നേർച്ച ഖുർആനിലുണ്ട്, എതിർക്കാൻ പറ്റില്ല നേർച്ചയാക്കുക എന്നുള്ളത്. പക്ഷെ എന്താ നേർച്ച? അപ്പൊ ഞാൻ നേർച്ച എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തേ വന്നത്? ഒരു കെട്ടി ഉയർത്തിയൊരു ഖബറ്, ഒരു കൊടി ഇങ്ങനെ പറക്കുന്നത്, പിന്നെ യന്ത്രം ചാലി, മുട്ടായി, ആന, നെറ്റിപ്പട്ടം കെട്ടിയ ആന, വെടിപൊട്ടല്, ഇതൊക്കെയല്ലേ വന്നത്. നേരെ മതി നമസ്കാരം നോമ്പ് എന്നാണിപ്പോ അങ്ങനെ വരുന്നുണ്ട്, ആന വരുന്നുണ്ട്, ഗജവീരന്മാര് വരുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നേർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞ, ഫത്തുൽ മൂല് വരെ പറഞ്ഞത് സുന്നത്തായ ഒരു കാര്യം ഫർളായി പ്രഖ്യാപിക്കുക. അത് നമുക്ക് ദുനിയാവിന്റെ കാര്യം കിട്ടാനും ആവാം, കിട്ടിയാലും എന്നാണ് ചെയ്യത്. ഇങ്ങനെ പറയാൻ പഠിച്ചോനെ, എന്റെ മോന് ഗൾഫ് പോയിക്കണ്, ഇതുവരെ ജോലി തരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മോനൊരു ജോലി തരപ്പെടാൻ വേണ്ടി പഠിച്ചോനെ ഞാൻ ഈ അവസാനത്തെ 10 ഈ നോമ്പിലെ അവസാനത്തെ 10 ഈത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കിക്കണെന്നറിയാം. അല്ലെ പഠിച്ചോനെ, എനിക്കൊരു രോഗമുണ്ട്, ഞാൻ പല രോഗികളെ ഡോക്ടർമാരെ ഞാൻ കണ്ട് സുഖപ്പെടുന്നില്ല, അതുകൊണ്ട് എനിക്ക് രോഗശമനം കിട്ടാൻ വേണ്ടി ഞാൻ 10 യതീം കുട്ടികൾക്ക്, ദരിദ്രന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കിക്കണെന്നറിയാം. പക്ഷെ ഈ ഷഫല്ലാവു മരിയിൽ അങ്ങനെ പറയുന്നത്, എന്റെ രോഗം മാറിയ പഠിച്ചോനെ ഞാൻ കൊടുക്കാന്ന് പറയാൻ പാടില്ല. എന്റെ രോഗം മാറ്റി തന്നാൽ ഞാൻ അന്നത് ചെയ്യും, അങ്ങനെ പാടില്ല എന്നുള്ളൂ. നേരമായ ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെ ചെയ്യാം. ഇങ്ങനെ രോഗം മാറാൻ, ജോലി കിട്ടാനെന്ന് പറഞ്ഞ് നേർച്ചയാക്കാം.
അല്ലെ ഉദിയത്ത് അറക്കം, ഉദിയത്ത് സുന്നത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പറയാം പഠിച്ചോനെ എനിക്ക് എന്തൊരു പ്രശ്നമുണ്ട്, അത് ലഭിക്കാൻ വേണ്ടി ഞാൻ ഈ പ്രാവശ്യം വലിയിരുന്നാണ്ടാന്ന് ഉദിയത്ത് ഞാൻ ഇതാക്കും. അല്ലെ പഠിച്ചോനെ ഞാൻ ഈ റംസാൻ മാസത്തിലെ ഖിയാമുല്ലയിൽ തഹജ്ജുദ് ഞാൻ നിസ്കരിക്കാൻ നേർച്ചയാക്കിക്കണമെന്ന് അറിയാം. ഇതാണ് നേർച്ച. അത് തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ പോയത്. ഉറൂസ് എന്ന് പറയും ചില സ്ഥലത്ത് മഹാന്മാരുടെ ഖബറുകള്, ഇതൊന്നും ഒരു ബന്ധവും ഈ നേർച്ചക്കില്ല എന്നർത്ഥം. അത് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. പിന്നെ സ്ത്രീകളുടെ അവകാശം, ഇസ്ലാം മതം സ്ത്രീകൾ എന്താണ് അങ്ങനെ കാര്യമായി പരിഗണിച്ചിട്ടില്ല. ഖുർആനിൽ ഒക്കെ ഊറുന്യങ്ങൾ ഉണ്ട് എന്നാ, പുരുഷന്മാർക്ക് സ്വർഗസ്ത്രീകൾ ഉണ്ട് എന്നാ പറയുന്നത്. ഈ പുരുഷന്മാരെ കാര്യം മാത്രമാണ് ഖുർആന്റെ ശൈലി. അത് നിങ്ങൾ എടുത്തു നോക്കി, ഏത് നിയമം എടുത്തു നോക്കിയാലും, ഇപ്പൊ KER നമ്മളെ സിവിൽ നിയമമാവട്ടെ, അതിലൊക്കെ തന്നെ തുടക്കത്തിലൊരു പേജ് കാണും. ഇന്ത്യൻ സിവിൽ നിയമത്തിൽ വരെ ഒരു പേജിൽ മാത്രമുള്ളൂ കാണുക. ഇതില് പുല്ലിംഗ ശൈലിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക. പല സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും. പിന്നെ ഏകവചനം ഉപയോഗിച്ചെടുത്ത് ബഹുവചനം ഉപയോഗിക്കാവും. ബഹുവചനം പറഞ്ഞെടുത്ത് റോഡ് മുറിച്ച് കടക്കുന്നവര്. അപ്പൊ ഏത് ഗ്രന്ഥം എടുത്താലും ഹെർ, ഹിം എന്നൊക്കെ അല്ല, രണ്ടും ശൈലിയിലും കാണൂല. ഇന്ത്യ KER നിയമം എടുത്ത് നോക്കി, ഇന്ന നിയമം ലംഘിക്കുന്നവനെ കാണുള്ളൂ. അപ്പൊ നമ്മളെ CRPC നിയമത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിലെ ശൈലിയൊക്കെ പുരുഷനോടുള്ള ശൈലിയായിരിക്കും. പക്ഷെ എങ്കിലും സ്ത്രീകൾ എന്ത് ചെയ്യും, അതിൽ ഉൾപ്പെടും. എന്നാ ഖുർആൻ അങ്ങനെയല്ല. ഒരു 8-10 ആയത്തിലുള്ള പറഞ്ഞു, വമൻ യഅമൽ മിന സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫൗലായിക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറ. ഈ ആശയത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു പുണ്യകർമ്മം ചെയ്തു പോയാൽ അത് പെണ്ണായോണ്ട് അള്ളാഹ് അല്പം പോലും കുറക്കൂല എന്നാ. ഒരു കാരക്കന്റെ ഇതുപോലെ പെണ്ണായോണ്ട് അള്ളാഹ് കുറക്കൂല എന്ന് പറഞ്ഞു. അപ്പം ഭാഷയിൽ പണ്ഡിതന്മാർ പുരുഷനുള്ളതിലൊക്കെ ആരും പെടും, പൗതി പെണ്ണും പെടുന്ന. ഒരിക്കൽ ഉമ്മുസലമന്റെ കീഴിൽ സംഘം വന്ന് പറഞ്ഞ്, നബിയെ ഞങ്ങൾക്ക് എല്ലാ രംഗത്തും നിങ്ങൾ ഇസ്ലാം മതം ഉന്നത സ്ഥാനം നൽകി, പക്ഷെ ഖുർആന്റെ ശൈലിയൊക്കെ ആണുങ്ങളോടാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം നബി പറഞ്ഞു, ഇന്ന നിസാ ശഖായിഖുർ റിജാലി എന്നാണ്, പുരുഷന്റെ പകുതി പെണ്ണാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ഖുർആനിലെ കൽപ്പനയുണ്ടും പകുതി ആണിനോടും പകുതി പെണ്ണിനോടുമാണ്. പിന്നെ സ്ത്രീകൾ ആ ആവലാതിയായിട്ട് എന്തായില്ല, വന്നിട്ടില്ല. പിന്നെ പലപ്പോഴും നമുക്ക് അർത്ഥം, മലയാളത്തിൽ അർത്ഥം വെക്കുന്നോട്ടുള്ള തെറ്റാ. ലഹും അസുവാജും മുത്തഹറാണ്. അസുവാജിന് നമ്മൾ ഭാര്യമാരെന്ന് അർത്ഥം കൊടുക്കും. ശരിക്കും അതിന് അർത്ഥം കൊടുക്കേണ്ടത് എന്തായാലുണ്ടോ, സൗജിന്റെ ജമ്മാണ് അസുവാജ്. ഒന്നെങ്കിൽ ഭർത്താക്കന്മാരെന്ന് അർത്ഥം കൊടുക്കണം, അല്ലെങ്കിൽ ഇണകളെന്ന് അർത്ഥം കൊടുക്കണം. ഭാര്യമാരെന്ന് ആ പദത്തിന് എന്താണ് സൗജാത്ത് എന്തെങ്കിലും ഉള്ളൂ. അപ്പം ഈ അസുവാജ് എന്ന് പറഞ്ഞിടത്തൊക്കെ നമ്മളെ പരിഭാഷ എടുത്ത് നോക്കി, ഒക്കെ ഭാര്യമാര് അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. സൗജിന്റെ ബഹുവചനാണ് അസുവാജ്. അപ്പൊ അതിന് ശരിക്ക് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാര് അർത്ഥം കൊടുക്കണം ചെയ്ത്, അല്ലെങ്കിൽ ഇണകൾ അർത്ഥം കൊടുക്കണം. അത് കൊടുക്കാത്തോടത്ത് പരിഭാഷകന്മാർ തോന്നണാണ്. മലയാള പരിഭാഷ വായിച്ചു നോക്കിയാൽ അങ്ങനെയാ തോന്നുക. ആണുങ്ങളെ കാര്യം ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, പെണ്ണുങ്ങളത് പറഞ്ഞിട്ടില്ല. പിന്നെ ഹൂറുനി എന്ന് പറഞ്ഞാല് അതിന് നമ്മൾ സുന്ദരിമാര് ആണ് ഇണകൾ എന്നാണ്, അതീവ സുന്ദരികൾ. ശരിക്ക് നല്ല പരിശുദ്ധമായ കണ്ണിനെ നിയന്ത്രിക്കുന്ന ഇണകൾ എന്നാണ്. ഹൂർ ഈ എന്നാ കണ്ണുകൾ ശുദ്ധമായത് എന്നാണ്. അപ്പൊ അത് ഇണകളിലേക്കാണ് ചേർന്ന്. പെണ്ണാണെങ്കിൽ തന്നെ ബഹുവചനായോണ്ട് പെണ്ണ് പ്രയോഗിക്കാം. ഇപ്പൊ മലക്കിനെ ഖുർആനിൽ പെണ്ണായി പ്രയോഗിച്ചിട്ടില്ലേ, മലക്കത് അർസൽന തവഫത്തുഹുമുൽ മലായികത്തു. തവഫത്തുഹുമുൽ മലായികത്തു പെണ്ണായിട്ടാ ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ട് മലക്ക് പെണ്ണാന്ന് പറയാൻ പറ്റുമോ? ബഹുവചനായതുകൊണ്ട് എന്നർത്ഥം. മലക്കിന്റെ ജമ്മ മലായിക്കത്ത്, ബഹുവചനമൊക്കെ പെണ്ണായിട്ട് ഉപയോഗിക്കും. അപ്പൊ അസുവാജി എന്നത് ബഹുവചനായതുകൊണ്ട് ചിലയിടത്ത് എന്താണ് അങ്ങനെ പെണ്ണായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം പെണ്ണാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നല്ല. അത് നമുക്ക് പറ്റിയ പരിഭാഷകന്മാർക്ക് വരുന്നൊരു കുഴപ്പമാണ്. അങ്ങനെ നമ്മളൊക്കെ പെണ്ണുകൾ കവായിബ അത്രാബ എന്ന് പറഞ്ഞു. അപ്പൊ കവായിബൊക്കെ എന്താ അർത്ഥം കൊടുത്ത് മുലകൾ സ്ഥലങ്ങൾ ഉന്തിയെന്നൊക്കെ ചില വിഡ്ഢിത്തർത്ഥാണ് അത്. കവായിബിന് അതൊന്നും തന്നെ അർത്ഥമുള്ളത്. അപ്പൊ ഇങ്ങനെ ചില അർത്ഥങ്ങൾ കൊടുത്തപ്പം നമുക്ക് വന്ന ചില മലയാളത്തിൽ വന്ന പിഴവുകളാണ്. ആ പിഴവുകൾ കാരണത്താൽ ചിലപ്പം പരിഭാഷകൾ വായിപ്പം തോന്നിപ്പോവുകയാണ്
ഇസ്ലാമിലെ മൊത്ത തത്വം നബി പറഞ്ഞത് ഖുറാനിൽ എന്ത് കൽപ്പന പറയുകയാണെങ്കിലും എന്ത് പ്രസ്താവന പറയുകയാണെങ്കിലും പകുതി പുരുഷൻ അഭിമുഖീകരിച്ച പകുതി പെണ്ണിനോട് അഭിമുഖീകരിച്ചതാണെന്നാണ്. പിന്നെ അനന്തര സ്വത്തിൻ്റെതാ പറയണത്. അനന്തര സ്വത്തില് പെണ്ണുങ്ങൾക്ക് ആണിന്റെ പകുതി ആക്കിയില്ലേ എന്നാ. അത് നിങ്ങളെ മരുമക്കത്താലിലൊടുത്ത് ഏതായാലും നിങ്ങൾ അവതാതിപ്പെടരുത് കേട്ടോ. കാരണം മരുമക്കത്താലിലൊടുത്ത് ആണുങ്ങൾക്കാണ് സ്വത്ത് കിട്ടാത്തത്. വീടൊക്കെ വഖഫില്ലാവില്ല. അപ്പൊ കോഴിക്കോട് മുഴുവൻ അങ്ങനെയാ. വീടൊക്കെ പെൺകുട്ടികളെ പേര് വഖഫ് ചെയ്യല, വഖഫില്ലാവില്ലാതെ എന്നറിയും. എന്നിട്ട് പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ആൺകുട്ടിയെ കിട്ടൂ. അതിന് അതിന്റെ അത് പകുതി പെണ്ണുകൾക്കും കിട്ടും ചെയ്യും. അപ്പൊ എങ്കിലും സംശയമുണ്ട്, ചോദ്യമുണ്ട്, എന്തിനെ പെണ്ണിന് പകുതിയാക്കിയത്? അത് നബിന്റെ കാലത്ത് തന്നെ പ്രശ്നം ഉണ്ടായി. സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, എന്തേ ഞങ്ങളമ്മാരിപ്പാരെയും സ്വത്തിന് പകുതി അള്ളാഹ് ചോദിച്ച്. അതില സൂറത്ത് നിസായിൽ തന്നെ 8-10 ആയത്ത് കഴിഞ്ഞിട്ട് അള്ള പറഞ്ഞു, വല തതമന്നൗമാ ഫളലല്ലാഹു ബഅദക്കും അലാ ബഅദിൻ വലിയ റിജാലി നസീബും മിമ്മക്തസബു വലി നിസായി നസീബും മിമ്മക്തസബിന. സമ്പാദ്യ അധ്വാനം അനുസരിച്ച് അള്ള നിശ്ചയിച്ചതാണ് എന്നാണ്. കാരണം വീട്ടിലെ മുഴുവൻ ചെലവ് എടുക്കുന്നത് ആരാ? പുരുഷനാണ്. പെണ്ണിനെ ഒരിക്കലും ജോലിക്ക് പോയില്ലെങ്കിൽ അള്ള വിചാരണ ചെയ്യൂല. പുരുഷനാ കഫാലിൽ മറിയിസ്മ അള്ളാഹ് നബി പറഞ്ഞ്, ഒരു പുരുഷന് ആണുങ്ങൾക്ക് നരകത്തിൽ ചാടാന് ഭാര്യക്കും കുട്ടികൾക്കും ചെലവ് കൊടുക്കാതിരുന്നാൽ മതി എന്നാണ്. അപ്പൊ അള്ള തന്നെ പറഞ്ഞ അത് അധ്വാനത്തെ പരിഗണിച്ചതാണ്. എല്ലാ അധ്വാനം, വീട്ടിലെ എല്ലാ ചെലവും ബാധ്യത പുരുഷനാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. എല്ലാ വിഷയത്തിലും പെണ്ണിന് ആണിന് പെണ്ണിന്റെ ഇരട്ടിയില്ല. ഒരു 3 കേസില് പുരുഷന് കിട്ടേണ്ട ഇരട്ടി പെണ്ണുക്ക് കിട്ടുന്നുണ്ട് അന്തർസത്യ നിയമത്തില്. കാരണം നബിനോട് ഒരുത്തം വന്നിട്ട് പറഞ്ഞ് ചോദിച്ചു, നബിയെ ഞാൻ ആർക്കാണ് നന്മ ചെയ്യേണ്ടത്? ഉമ്മാക്ക്. വീണ്ടും ചോദിച്ചു ഉമ്മാക്ക്, വീണ്ടും ചോദിച്ചു ഉമ്മാക്ക്, പിന്നെയാണ് എന്ത് പറഞ്ഞത്? ബാപ്പാക്ക് എന്നാണ്. ഇനി ഖുർആൻ എടുത്ത് നോക്കി, ഖുർആൻ എവിടെയെങ്കിലും ബാപ്പാരായ നമ്മുടെ അധ്വാനത്തെ കുറിച്ച് പറഞ്ഞിക്കണോ? അള്ള പറയും, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം പറഞ്ഞിട്ട് ഉടനെ പറയും ഹമലത്തുഹു ഉമ്മുഹു വഹിനല്ല വാഹിനിയും. ഒരൊറ്റ സ്ഥലത്ത് ഉമ്മാക്കും ബാപ്പാക്കും നന്മ ചെയ്യണം മൊത്തത്തിൽ പറയും. എന്നിട്ട് ഉപ്പാന്റെ അധ്വാനം ഖുർആന് പറയുന്നില്ല. നേരെ മറിച്ച് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആന് ഉമ്മാന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടാ പറയാ. അപ്പം പെണ്ണിനെ അവഗണിക്കാൻ പാടില്ല. ആ നിലക്ക് ഇസ്ലാമിലെ അന്തരാവാത്ത വിഷയത്തിൽ 3 പ്രശ്നങ്ങളിൽ ആണിന് കിട്ടുന്ന ഇരട്ടി പെണ്ണിന് ജയിച്ചിരിക്കുന്നു. ചിലതിൽ ആണിനും പെണ്ണിനും തുല്യമായി എന്ന് പറഞ്ഞാൽ, എനിക്ക് കുട്ടിയുണ്ട് വിചാരിക്കും, ഉമ്മയും ഉപ്പുണ്ട്, ഇന്ന് അമ്മാക്ക് 1/6 ഉപ്പാക്ക് 1/6. അല്ലെ എനിക്ക് ഉമ്മത്തെ സഹോദരന്മാരുണ്ട്, ഉമ്മത്തെ സഹോദരന്മാര്, അവർക്ക് ആണ് പെണ്ണ് വ്യത്യാസമല്ല, എല്ലാവർക്കും തുല്യമാണ് നിശ്ചയിച്ചത്. ഇങ്ങനെ കുറെ കേസിൽ ആണും പെണ്ണും തുല്യാണെന്നുള്ള തത്വം പ്രഖ്യാപിക്കണമല്ലോ. ആണും പെണ്ണൊക്കെ തുല്യാണെന്നുള്ള തത്വം പ്രഖ്യാപിക്കണം, സമത്വം പ്രഖ്യാപിക്കണം. ആ സമത്വം പ്രഖ്യാപിക്കാൻ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ കുറെ വിഷയത്തിൽ ആണും പെണ്ണും തുല്യമായിട്ടാണ് ഖുർആൻ കാണുന്നത്. പിന്നെ പുരുഷനേക്കാളും എന്തുണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉമ്മാക്കുണ്ട്. ആ നിലയ്ക്ക് 2-3 കേസിൽ ആണിന് കിട്ടേണ്ട ഇരട്ടി ആർക്ക് കിട്ടുന്നുണ്ട്? പെണ്ണിന് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് അധ്വാനം, വീട്ടിലെ എല്ലാ ബാധ്യതയൊക്കെ പുരുഷനാണ്. ആ നിലക്ക് എന്ത് വെച്ച് ഇരട്ടി വെച്ചു എന്നുള്ളൂ. ഇനി അതല്ലത് നിസ്കാരം ളുഹുർ 4 റക്അത്ത് മാതിരി, മഗ്‌രിബ് 3 റക്അത്ത് മാതിരിയല്ല. അന്തരാവകാശികൾ ഒക്കെയാണ്. ഞമ്മക്ക് ആണ് പെണ്ണ് വ്യത്യാസമല്ല, എല്ലാവർക്കും തുല്യമാക്കാന്ന് വെച്ച് അല്ലാതെ തൃപ്പതി വേണം കേട്ടോ, എന്നാ തെറ്റില്ല. അല്ലെ ആൺകുട്ടികൾ പറഞ്ഞ് ഞമ്മക്കൊന്നും വേണ്ട, നമ്മക്കൊക്കെ ജോലി ഉണ്ടല്ലോ, അളിയന്മാര് വലിയ കഷ്ടപ്പാട്, അതൊക്കെ മുഴുവൻ പെൺകുട്ടി എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ടോ? അല്ലെ പെൺകുട്ടികൾ പറഞ്ഞ നമുക്ക് പകുതിയും വേണ്ട, സഹോദരന്മാർക്കാണ് ബാധ്യതയാച്ചങ്ങാണ്ട് വെച്ചാലും തെറ്റില്ല. നമ്മൾ തെറ്റിദ്ധരിച്ചതാണിത്. മഗ്‌രിബ് നമ്മൾ ഉദ്ദേശിച്ചാൽ ചുരുക്കാനായിട്ടാനും പറ്റൂല 3 റക്അത്തുള്ളത്. അതുപോലുള്ളതല്ല ഇത്. അനന്തരാവകാശികൾ പരസ്പരം ഐക്യവും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ഉദ്ദേശിച്ച് കഴിഞ്ഞ ആണുങ്ങൾ തീരെ വേണ്ടെന്നാണ് വെച്ച് മുഴുവൻ പെൺകുട്ടികൾ എടുത്തോട്ടെ, തെറ്റുണ്ടോ? നിങ്ങൾക്ക് സദക്കന്റെ പുണ്യം കിട്ടുന്നല്ലാതെ. അത് തൃപ്പതില്ലെങ്കിൽ എല്ലാവർക്കും ഇനിയിപ്പോ 5 കുട്ടികൾ പറഞ്ഞ ആൺകുട്ടികളുണ്ട്, 4 കുട്ടികൾ പറഞ്ഞ നമ്മൾക്ക് ആണും പെണ്ണും വ്യത്യാസം വേണ്ട, ഒരേ മതി എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞ് പറ്റൂല, എനിക്ക് പെണ്ണിന്റെ ഇരട്ടി കിട്ടണം എന്ന് പറഞ്ഞു. എന്നാ ഓന് എന്ത് ചെയ്യാ, ഇരട്ടി നിനക്കത് കൊടുത്താൽ മതി. ബാക്കി സമ്മതമുള്ള ആളുകളാണെങ്കിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എന്താവാൻ ചെയ്യാന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ചില വിഷയങ്ങളാണ്
അത് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെയല്ല, അത് അധ്വാനത്തെ പരിഗണിച്ചാൽ പെണ്ണായിട്ട് മോശമായി കണ്ടത് കൊണ്ടല്ല എന്നർത്ഥം. പിന്നെ അള്ളാഹ് പറഞ്ഞു യാ അയ്യല്ലദീന ആമനത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കുക, പടച്ചോനിലേക്കുള്ള വസീലനെ ഇടയാളനെ മധ്യവർത്തിയെ തേടണം എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കും തർക്കമില്ല, പടച്ചോനുമായി നമ്മൾ ബന്ധപ്പെടണ ഇടയാളൻ മധ്യവർത്തി വേണം. പക്ഷെ വളരെയധികം തെറ്റിദ്ധരിച്ചത് എന്താണ് ഈ വസീല, മധ്യവർത്തി, ഇടയാളെന്ന് പറഞ്ഞാൽ എന്താ? അത് സർവ്വ മുസ്ലിം പണ്ഡിതന്മാരും കൊടുത്താൽ കുർബത്ത്, ജലാലൈനി കൊടുത്തത് കുർബത്ത് എന്ന പുണ്യകർമ്മം. പിന്നെ ഇബ്നു കസീർ അടക്കമുള്ള എല്ലാ തഫ്സീലും കൊടുത്തത് മിൻ ഫിഇലി താഅത്തി എന്ന, പടച്ചോനിലേക്കുള്ള മധ്യവർത്തി എന്നാണ്. മരിച്ചോന്റെ ഹക്ക് ജാഹ് ബർക്കത്തൊന്നുമല്ല. ഇന്നോ അവന്റെ ബർക്കത്തുകൊണ്ട് ഹക്കുകൊണ്ട് ജാവുണ്ട് ആരാന്റെ ചക്രക്കുളത്തിൽ കൈയിട്ട് ഇതാകല്ല. ഹക്ക് ജാഹ് എന്ന് പറഞ്ഞാൽ മീൻ ഫിഇലി താഅത്തി, പുണ്യകർമ്മം ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മുള്ളു കണ്ട് ആ മുള്ളു കണ്ടാൽ എടുത്തിട്ട് അത് അള്ളാഹിലേക്കുള്ള ഇടയാള മധ്യവർത്തിയ. അല്ലെങ്കിൽ അർഫയിൽ ആദ്യമാർ നിൽക്കുമ്പോൾ ഓരോടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി നിങ്ങൾ അർഫന്റെ അന്ന് നോമ്പോറ്റ്, അത് അള്ളാഹിലേക്കുള്ള വസീല. റംസാൻ മാസം നോമ്പോറ്റ് 5 നേരം നിസ്കരിച്ചൊക്കെ വസീല. ഇനി നിങ്ങൾ കോയിന് അർക്കാണ്, അർക്കുമ്പോൾ കത്തി ഒന്ന് മൂർച്ച കൂട്ടി, അതുവരെ പടച്ചോയിലേക്കുള്ള എന്താണ് ഒരു വസീലയാണ്. അല്ലെ സുഹൃത്തിനെ കണ്ട് അടുത്ത് കൈ കൊടുത്ത് സലാം പറയല്ല, അപ്പൊ ഒരു ചിറി ചിരിച്ച് നബി പറഞ്ഞു, ഒരു നല്ലൊരു ചിറി അവനെ നോക്കി ചിരിച്ചാൽ അത് പുണ്യകർമ്മമാണ്, അത് പടച്ചോയിലേക്കുള്ള വസീല. അല്ലെ തൊഴിലാളികൾ വരികയാണ്, അപ്പൊ 1000 നോട്ടാണ്, ചില്ലറയാക്കിയില്ല, അങ്ങോട്ട് വാന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നും അവനെ ബുദ്ധിമുട്ടിക്കാതെ ഓന്റെ വിയർപ്പ് വറ്റണ മുമ്പ് വേദന കൊടുക്കുക, അത് പടച്ചോയിലേക്കുള്ള വസീലയാണെന്ന് അർത്ഥം. പിന്നെ മീൻ ഫീലി താത്തിവ തെർക്കിൽ മാസി, തിന്മ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുക. കൈകൂലി വാങ്ങാൻ നല്ല 100ന്റെ നോട്ട്, പച്ച നോട്ട് വെച്ച് നിർത്തി, അപ്പൊ നമ്മൾ പടച്ചോനെ വിചാരിച്ച് കൈകൂലി വാങ്ങാതിരിക്കുക. അല്ല നിങ്ങൾ ഏതോ ഹോട്ടലിൽ പോയി താമസിക്കാം, അപ്പൊ ഇങ്ങോട്ട് വരും കൂടെ കിടക്കാൻ എച്ച് സഹായി വേണോ എന്ന്. അപ്പൊ നിങ്ങൾ അവിടുന്ന് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല. എന്നാലും പടച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, വേണ്ടാന്ന് വെക്കുക, അത് പടച്ചോനിലേക്കുള്ള വസീല. ആ പടച്ചോനിലേക്കുള്ള തവസ്സുല് വസീല എന്ന് പറഞ്ഞാല് അത് പുണ്യകർമ്മങ്ങളാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് ഏകാഭിപ്രായം ഉണ്ട് വരെ ഇബ്നു കസീർ റഹ്മഹുള്ള അകദാ ഖാല ആഹുലായി മലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീൻ ആണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും വസീല ബദരീങ്ങളാക്കിയാൽ ഇന്നോന്റെ അക്ക് ജാഹ് ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാം പറഞ്ഞ് പടച്ചോയിലേക്കുള്ള വസീല എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മമാണ്. അതിൽ മുസ്ലിങ്ങളുടെ ഏകാഭിപ്രായം ഉണ്ട്, തർക്കം തന്നെ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നാ. പക്ഷെ അത് തെറ്റിദ്ധരിച്ചതാണ്. ഇങ്ങനെ നമുക്ക് പടച്ചോനുമായി നേർക്കൽ അടുക്കാൻ പറ്റൂല, സാധാരണക്കാരനല്ലേ. അപ്പൊ ഇങ്ങനെ ഇന്നോന്റെ ഹക്ക് ജാഹ് ബർക്കത്തൊക്കെ വളർന്നിട്ട് ധാരണ ഉണ്ടായതാണെന്ന് അർത്ഥം. പിന്നെ സ്നേഹിതന്മാരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പെണ്ണ് കാണുക എന്നുള്ളത്. പെണ്ണ് കാണൽ ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. ഒരു സഹാബി പറഞ്ഞ നബിയെ ഞാനൊരു പെൺകുട്ടിനെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്ന കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു ആ നെളർത്തയില്ല, നീ പോയി പെണ്ണ് കണ്ടോ ചോദിച്ചു. ഇല്ല നടന്നാ പോയിട്ട് കാണുമെന്ന് അറിഞ്ഞു. പെണ്ണ് കാണുന്നുണ്ട്. പക്ഷെ ഈ തെറ്റിദ്ധാരണ എന്തായാലുണ്ടോ, പെണ്ണ് കാണാനുള്ള അവകാശം സുന്നികളുടെ യാഥാസ്ഥികന്മാരുടെ കുടുംബമാസിയിൽ അവര് വരെ എഴുതി അത് ആ പുരുഷന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച എനിക്ക് മാത്രമാണ് ആ സ്ത്രീനെ പെണ്ണ് കാണാൻ നിലക്ക് കാണാൻ അവകാശമുള്ളൂ. എന്റെ ഉപ്പാക്കില്ല, അമ്മാക്കില്ല, ആർക്കുമില്ല. ഇങ്ങനൊരു ഒറ്റ സംഭവം നമുക്ക് കാണൂല. സഹാബത്തിൽ ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പോലെ മാതാവ് പോയി പെണ്ണ് കണ്ടത്. പക്ഷെ ഇന്ന് എന്താണ് അവസ്ഥ എന്നറിയാം. എന്റെ ഇവിടെ ആൾക്കാരിൽ എന്റെ നാട്ടിലത്തെ അവസ്ഥയിലുണ്ടോ, ആദ്യം തന്നെ വരല് ചിലപ്പം പിതാവായിരിക്കും, തന്തിയായിരിക്കും പെണ്ണാണ് വരുന്നത്. ഇങ്ങനെ തന്ത കണ്ടുപോകും, പിന്നെ ഓൻ വരും. ഓൻ കണ്ടിട്ട് പോകാനും തൃപ്തിയാവും. പിന്നെ ഏതെങ്കിലും ഒരു അകന്ന കുടുംബത്തിൽ അമ്മായിയോ മൂത്തമ്മയോ ഒക്കെ വരികയാണ്. വന്നിട്ട് ഒക്കെ തിന്നു പോകും കേട്ടോ. തിന്നാന്നല്ല എന്നെ പറയേണ്ടത്, നക്കാന്നാ പറയേണ്ടത്. എന്റെ ഒരു എളാപ്പാന്റെ മോന് ഉണ്ട്, പേര് ഞാൻ പറയില്ല. ഓന് 74 പെണ്ണുങ്ങളെ പോയി കണ്ട്. 75 പെണ്ണിനെ അഭിനയം കിട്ടിയത്. 74 പെണ്ണുങ്ങളവൻ പോയി കാണുകയാണ്. എന്നിട്ട് നല്ലോണം തിന്നുപോരും. എന്നിട്ട് എന്തെങ്കിലും ഒരു കാരണം പറയും. ചിലപ്പോൾ ഓന് തൃപ്തിയാവും, പിന്നെ ആരെങ്കിലും പോയി വരും. അപ്പൊ അങ്ങനെയല്ല സ്നേഹിതന്മാരെ, അത് നമ്മൾ മാറ്റേണ്ടത്. നിങ്ങളെ മകനോട് പറയാം, മോനെ എന്റെ ജീവിത നീ പോയി കണ്ടോന്നറിയാം. കണ്ടിട്ട് മകന് തൃപ്തിയാണെങ്കിൽ കല്യാണം ഉറപ്പിച്ച ശേഷം വേണം നിങ്ങൾ കാണാൻ പോവുക. എന്റെ നാട്ടിലൊക്കെ പറച്ചിൽ പെണ്ണുങ്ങൾ പെണ്ണ് കാണാൻ വരിക എന്ന് പറഞ്ഞാൽ മുടക്കാൻ വേണ്ടി വരികയാണ് എന്നാ.
പെണ്ണുങ്ങൾ പെണ്ണ് കാണാൻ വരിക എന്ന് പറഞ്ഞാൽ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് എന്നാ. അപ്പൊ അത് യാഥാർത്ഥിക വിഭാഗരെ എഴുതി കല്യാണം കഴിക്കണ ആ പുരുഷന് മാത്രമേ പെണ്ണ് കാണാൻ അവകാശമുള്ളൂ, ഓന്റെ മാതാപിതാക്കൾ വരല്ല. പിന്നെ നമ്മൾ തെറ്റിദ്ധരിച്ച് പെണ്ണ് കാണുന്നത് എന്തിനാ? ചൊറുക്ക് നോക്കാനാണോ, ഭംഗി നോക്കാനാണോ? ഒരിക്കലുമല്ല. കാരണം നബിസ്ലാസം പറഞ്ഞ് നിങ്ങൾ ഭംഗി നോക്കരുത്, ഫളുഫർ ബി ദാത്തിദ്ദീനി, മതമുള്ള പെണ്ണ് നോക്കിയിട്ട് തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ വിശുദ്ധ ഖുർആനിൽ അൽബക്കറി പറഞ്ഞു വല അബ്ദുൻ മുഅ്മിനുൻ, പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് നീഗ്രോയ കറുത്തൊരു അടിമയാണ് കേട്ടോ, വിശ്വാസിയാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷനേക്കാൾ നല്ലത്. നമ്മോട് പറഞ്ഞ വല അമത്തും മൂമിനത്തുൻ, വല അബ്ദും മൂമിനും, പെണ്ണുങ്ങളോട് നമ്മോട് വല അമത്തും മൂമിനത്തുൻ, ഒരു വിശ്വാസിനിയായ കറുത്തൊരു നീഗ്രോ പെണ്ണാണ്, വിശ്വാസിയാണ് നല്ലത്. ഒരു വിശ്വാസമല്ലാത്ത ഒരു പെണ്ണ് ഓള് വലോ ആയിജബത്തുക്കും, ഓളിങ്ങളോളെ സൗന്ദര്യങ്ങളെ ആകർഷിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ ഹദീസൊക്കൊന്നും പോണ്ട, ഖുർആൻ തന്നെ കിട്ടും. വിവാഹ അവസരത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ ദീന. പിന്നെ എന്തിനെ പെണ്ണ് കാണാൻ വെച്ചത്? അത് വിവാഹത്തിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ ചെയ്യേണ്ടി വരും. പെണ്ണിന് വേണമെങ്കിൽ പറയാം എന്നെ കെട്ടി ഞങ്ങൾ ബഹുഭാട്ടം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ കരാറ് കൊടുത്താൽ അത് പാലിക്കും വേണം. ഉമറുള്ളാഹിന്റെ കാലത്ത് ഒരുത്തനിങ്ങനെ പെണ്ണിനോട് പറഞ്ഞ് ഞാൻ എന്നെ കല്യാണം കഴിച്ചാൽ വേറെ പെണ്ണിട്ടൂല, പിന്നെ അവന് വേറെ പെണ്ണിട്ടണം. ഉമറുള്ളാഹിനോട് എന്നിട്ട് ചോദിച്ച് ഞാൻ അങ്ങനെ ഭാര്യക്ക് കരാർ കൊടുത്തിക്കണ് വേറെ കല്യാണം കഴിക്കൂല. അപ്പൊ ഉമറുള്ളാഹി പറഞ്ഞ് അനങ്ങാൻ പാടില്ല, കരാറ് പാലിക്കണം. എന്നിട്ട് നബിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ച് ബുഖാരി മുസ്ലിം ധരിച്ച കരാറുകളിൽ പാലിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് ഒരു പെണ്ണിനെ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഉൾക്കൊടുക്കുന്ന കരാറാണ്. അത് നബി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഓതിക്കേൾപ്പിച്ചിട്ട് പറഞ്ഞ് സ്ത്രീകൾക്ക് ഓളെ കല്യാണം, ഒരു പെണ്ണിനെ നമുക്ക് വിവാഹം ചെയ്യാൻ ഓൾക്ക് കൊടുക്കുന്ന കരാറാണ് കരാറുകൾ പാലിക്കാൻ അവകാശപ്പെട്ടത്. പിന്നെ ഓൾക്ക് വേണമെങ്കിൽ പറയാം എന്റെ വീട്ടിൽ ഇങ്ങോട്ട് വരണമെന്ന് പറയാം, മരുമക്കത്താൻ പറയാം. പെണ്ണിന് പറയാൻ എന്നെ കൂട്ടിക്കൊണ്ടാൻ പാടില്ല, നിങ്ങൾ എന്റെ വീട്ടിൽ ഇങ്ങനെ വരണമെന്ന് കരാറ് വെക്കാം. ആ കരാറ് വെച്ചാൽ പാലിക്കുമ്പോൾ അത് സുഹായിലൊക്കെ പറയുന്നുണ്ട് പാലിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഓൾക്ക് പറയാം ഞാൻ ജോലിക്ക് പോകുന്ന അറിയാം. ഇങ്ങനെ കരാറ് ഇനി പുരുഷനും പറയേണ്ടി വരും, ജോലിക്ക് പോകേണ്ടതില്ല, അന്നെ ഞാൻ തീറ്റി പോറ്റിക്കൊണ്ട്. ഇങ്ങനെ വിവാഹത്തിലേക്ക് പ്രവേശിക്കണം പരസ്പരം കരാറുകൾ പറയാനാണ് പെണ്ണ് കാണാൻ പോകാൻ പറഞ്ഞത്. ഇത് ഐറ്റും പേറ്റും ചൊർക്കും നോക്കാനല്ല. അതുപോലെ തന്നെ ചിലപ്പോൾ കടപ്പറയിൽ പ്രവേശിക്കണം മുമ്പ് ഒരു ധാരണ വേണ്ടേ? തീരെ കാണാത്ത പെണ്ണൊക്കെ ആയിരിക്കും. അപ്പൊ കിടപ്പറയിലേക്ക് പ്രവേശിക്കണ മുമ്പ് ഇണയുമായൊരു ധാരണ ഉണ്ടാവാനാ. പക്ഷെ ഇന്ന് നമ്മൾ ഖുറാനും സുന്നത്തും പറഞ്ഞ നമ്മളിൽ വലിയ മാറ്റം ഉണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ പോയി പെണ്ണ് കണ്ടിട്ട് പറയും കുറച്ച് നീളം കൂടുതലാണ് എന്ന് അറിയും. ഇനി തച്ചുങ്ങാണ്ട് ചുരുക്കാൻ പറ്റുമോ? ചുറ്റിക്കൊണ്ട്. അല്ലെ നീളം കുറച്ച് കുറവാണ്, അല്ലെ കറുത്ത നിറാണ്, വെളുപ്പ് കുറച്ച് കുറവാണ്. ഇല്ല മോലിയമാരെ മുഴുവൻ നമ്മൾ പിടിച്ചാലും കിതാബ് നോക്കിയാൽ ഒരു സഹാബി പെണ്ണ് കാണാൻ പോയിട്ട് ആ പെൺകുട്ടിക്ക് നീളം കുറവാണ്, അല്ലെ നീളം കൂടുതലാണ്, അല്ലെ വെളുത്ത നിറല്ല കുറച്ച് കറുത്ത ഇരുണ്ട നിറാണ് എന്ന് പറഞ്ഞൊരു വിവാഹം വേണ്ടാന്ന് വെച്ചത്. അതുപോലെ തന്നെ വയസ്സ്, ഒരൊറ്റ സംഭവം ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ 25 വയസ്സുള്ള ISMമാരന്, 25 വയസ്സിലൊരു ISM പ്രവർത്തകര്, ഓന് 40 വയസ്സിലൊരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച്. ഓൾക്കൊരു പ്രസവമുണ്ട്, പ്രസവിച്ചൊരു കുഞ്ഞുണ്ട്. എങ്കിൽ സ്നേഹിതന്മാരെ 24 മണിക്കൂറും ഇസ്ലാഹി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവന്റെ തന്തിയും തള്ളിയും വരെ പറയില്ലേ മോനെ നിങ്ങൾ തമ്മിൽ കുഫൊത്തിട്ടില്ല എന്നുള്ളത്. കാരണം എനിക്ക് ഭ്രാന്തായിക്കണ്, ഇപ്പൊ ISMമാരായിട്ട് ഭ്രാന്തായിക്കണം. എനിക്ക് മോനെ 25 വയസ്സല്ലേ, ഓൾക്ക് 40 വയസ്സില്ലേ, ഒരു കുട്ടിയും ഒരു പ്രസവം ഉണ്ടായിട്ടില്ലേ അറിയും. ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് കാഫറാകുന്നുണ്ട്. കാഫറാകുക എന്തുകൊണ്ടേ കാഫറായത്? ഖദീജ ബീബി നബിയും തമ്മിലുള്ള വിവാഹം കുഫൊത്തിട്ടില്ല, യോജിച്ചിട്ടില്ല നമ്മൾ പറയാ. കാരണം നബിക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഒരു കുട്ടി ഏതായാലുണ്ട്, 2 കുട്ടിൻ്റെ എന്നാ തർക്കട്ടോ, 2 കുട്ടിൻ്റെ അല്ലേ തർക്കമുള്ളൂ. ഒരു പ്രസവം പ്രസവിക്കാൻ തർക്കല്ല, 2 പ്രസവം പ്രസവിച്ചിട്ടുണ്ടോ അല്ലേ തർക്കമുള്ളൂ.
അപ്പൊ നമ്മൾ പറയുമ്പം യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എന്താ? നബിയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും യോജിപ്പുണ്ടായിട്ടില്ല, കുഫുണ്ടായിട്ടില്ല എന്നാ. അതുകൊണ്ട് സ്നേഹിതന്മാരെ, നമ്മൾ ഇസ്ലാഹി പ്രവർത്തനം എത്താത്ത മേഖലകളാണ് ഇതൊക്കെ. ഇന്നും ഷബാബിൽ വരെ പരസ്യം കണ്ടിട്ടില്ല നിങ്ങൾ? നെഞ്ചിന്റെ ഇഞ്ച് കൊടുത്ത, നെഞ്ച് ഇത്ര ഇഞ്ച് വയസ്സ് കൊടുക്കുകയാണ്, അയച്ചു കൊടുക്കുക, ഇത് വലിയ പട്ടണത്തേക്ക് എടുക്കുക. ഇനി ടൈലറി ആയിട്ട് പോകേണ്ടി വരും, പരസ്യം കൊടുത്ത ഇഞ്ചുണ്ടോ എന്ന് അളന്നു നോക്കാനേ പെണ്ണിനെ. എവിടുന്ന് ഉണ്ടായി സ്നേഹിതന്മാരിത്? കാര്യമാര് സ്ത്രീധനത്തെ എതിർക്കണേക്കാൾ എതിർക്കേണ്ട വയസ്സിനെയാണ്. കാരണം ഒരു കുട്ടിയൊരു ഉപ്പ തന്റെ മോളെ MA വരെ പഠിപ്പിച്ചിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരിയ. പിന്നെ കല്യാണം വരുന്നില്ല, MA പാസ്സായി നമ്മ കൂട്ടുക, ചേർക്കാന് 10, 5, SSLCക്ക് 10, 15, പ്രീ ഡിഗ്രിക്ക് 3, MA 21 വയസ്സ് നടക്കൂല. നേരെ മറിച്ച് ഞമ്മക്കൊക്കെ കുട്ടികളെ, പെൺകുട്ടികളെ പഠിപ്പിച്ച ആഗ്രഹം ഉണ്ടല്ലോ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ പഠിച്ചോനെ വയസ്സധികമായി എന്നാണ് പിന്മാറുന്നു വിചാരിച്ചിട്ടല്ലേ. നേരെ മറിച്ച് അതങ്ങട്ട് ഇല്ലാതെയാക്കുക. ഇല്ലാതെയാക്കിക്കണമെങ്കിൽ കുട്ടികൾ ജോലിയൊക്കെ, പെൺകുട്ടികൾ പഠിച്ച് ജോലി ഉണ്ടെങ്കിൽ സ്ത്രീധനൊന്നും ആരും ചോദിക്കൂല. ശമ്പളമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണേ ചോദിക്കലുണ്ടോ? സ്ത്രീ വിദ്യാഭ്യാസം ഇതാവും. അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഏറ്റവും തടസ്സം നിൽക്കുന്നത് ഈ വയസ്സൊഴിച്ചല്ല. അതുകൊണ്ട് ഉള്ള മൂല്യന്മാരെ മുഴുവൻ നിങ്ങൾ പിടിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബി പെണ്ണ് കാണാൻ പോയിട്ട് വയസ്സ് അധികമായി എന്നുള്ള കാരണത്താൽ പിന്മാറിയത്, അല്ലെ ചോദിച്ച സംഭവം ഉണ്ടോ ഓർക്ക് എത്ര വയസ്സായിട്ടുണ്ട് എന്നുള്ളത്? അപ്പം ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. ഇതൊക്കെ വിവാഹത്തിലെ യോജിപ്പ് വേണ്ടേ? വിവാഹത്തിലെ യോജിപ്പ് ഖുർആൻ പറഞ്ഞാൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസ വത്വയ്യിബാതു, അത് വിവാഹത്തിലെ യോജിപ്പ് പറഞ്ഞതാ. ചീത്ത പെണ്ണുങ്ങൾ ചീത്ത ആണുങ്ങൾക്ക്, ചീത്ത ആണുങ്ങൾ ചീത്ത, നല്ല സ്ത്രീകൾ നല്ല പെണ്ണുങ്ങൾക്ക്, ഇത് പ്രാസൊപ്പിച്ച് പറഞ്ഞതല്ല. ഇപ്പൊ നല്ല ആണുങ്ങൾക്ക് ചീത്ത പെണ്ണുങ്ങൾ ഉണ്ടാവൂലേ? ഇപ്പൊ നൂഹ് നബിക്ക് ലൂത്ത് നബിക്കും ചീത്ത ഭാര്യയല്ലേ? നല്ല പെണ്ണുംകുട്ടിയൊക്കെ ചീത്ത പുയാപ്പിളി ഉണ്ടാവൂലേ? ആസിയ ബീബിക്ക് ഫിറൗനല്ലേ ഇനിയോ? അപ്പൊ ഇത് വിവാഹത്തിലെ യോജിപ്പ് പറഞ്ഞതാ. നമ്മെ സംബന്ധിച്ചെന്താ? ഡോക്ടർ ആൺകുട്ടി ഡോക്ടർ പെൺകുട്ടിക്ക്, ഡോക്ടർ പെൺകുട്ടി ഡോക്ടർ ആൺകുട്ടിക്ക്, എഞ്ചിനീയർ പാസ്സായ ആൺകുട്ടി എഞ്ചിനീയർ പാസ്സായ പെൺകുട്ടിക്ക്, മുതലാളി എരപ്പാളിന്റെ ആൺകുട്ടി എരപ്പാളിന്റെ പെൺകുട്ടിക്ക്, ഇങ്ങനെയല്ല നമ്മൾ ഇത്. അപ്പൊ ഈ രംഗത്ത് നമ്മൾ കയ്യെട്ടിനോടത്ത് കുറച്ച് ഇതുണ്ടായി, താവിന്റെ റക്ക, ഇങ്ങനെയൊക്കെ കുറെ ഇത് തൗഹീദ് രംഗത്തുണ്ടായി. പക്ഷെ ഈ രംഗത്ത് ഒന്നും ഒരു മാറ്റം നമ്മൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സ്നേഹിതന്മാരെ, ചില പെൺകുട്ടികൾ വീട് നിറഞ്ഞ് നിൽക്കണെന്തുകൊണ്ടാ? സ്ത്രീധനം ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാം. ഇന്ന് പവൻ വേണ്ട എന്നാ, പക്ഷെ പെണ്ണ് പവനാവണം എന്നാ. ഇന്ന് അങ്ങോട്ടെത്തിക്കണ് സ്ത്രീധനൊന്നും വേണ്ട, സ്വർണ്ണൊന്നും ആഭരണം വേണ്ട, പക്ഷെ പെൺകുട്ടി എന്താണ് പവനായിരിക്കണം എന്നാ. സ്ത്രീധനം ചോദിച്ചെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് കെട്ടിച്ചു പോകാലോ. സ്ത്രീധനത്തെക്കാൾ നമ്മൾ സ്ത്രീധനത്തിനെതിരെ ഇവിടെ കമ്മിറ്റി സംഘടനയൊക്കെ ഉണ്ടല്ലോ. അതിനേക്കാൾ ഉണ്ടാകും ഒന്ന് ഈ വയസ്സ് ചോദിക്കണീനാണ്. രണ്ടാമത്തെ ഈ ശാരീരിക സൗന്ദര്യത്തിന് വലിയ പ്രാമുഖ്യം നൽകുക. ഇപ്പൊ മുഹമ്മദ് നബി ഉണ്ടെന്ന് വിചാരിക്കി, ഒരു യുവാവ് ഫാത്തിമാബീനെ കെട്ടാൻ ഉദ്ദേശിച്ച് നബി പറഞ്ഞ്, എടാ നിനക്ക് എന്റെ മകള് ഫാത്തിമനെ കെട്ടിച്ചേരാന്ന് പറഞ്ഞു. അപ്പൊ പറയും നബി വെച്ചൊന്ന് പെണ്ണ് കാണണമെന്ന് അറിയും. അപ്പൊ നബി കാണണ്ടെന്ന് പറയോ? ഓം പെണ്ണ് കണ്ടിട്ട് പറയും, ഓൾ കുറച്ച് തടി കൂടുതലാ നബി, അല്ലെങ്കിൽ സൗന്ദര്യം കുറവാ. നോക്കിങ്ങള്, പെണ്ണൊന്ന് സൗന്ദര്യം കുറഞ്ഞാലും വേണ്ടിയില്ല, എനിക്ക് മുഹമ്മദ് നബിന്റെ മരുമകനാവാൻ ഒരു ഭാഗ്യം കിട്ടല്ലേ ഏറ്റവും വലുത്. ശരിക്കും ഫാത്തിമനെ കാണണമെന്ന് വരെ നമ്മൾ പറയാൻ പാടില്ല. ഫാത്തിമ എങ്ങനെയാവട്ടെ, എങ്കിലും നബിന്റെ ഒരു മരുമകനാവാൻ സാധിച്ചതിൽ വലിയ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പ്രധാന പണ്ഡിതനുണ്ട്, പ്രസംഗിക്കാൻ പോണാനാ, ഇവിടെ തന്നെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. ഒരു പെൺകുട്ടിയുണ്ട്, നമ്മളെ സജീവ പ്രവർത്തകന്മാർ വന്ന് പെണ്ണുണ്ട് പോകും. എന്നിട്ട് പറയും കണ്ണ് കുറച്ച് ഒരു കോങ്കണ്ണ് മാതിരിയുണ്ട്, അല്ലെ നിറം എന്താണ് അത്ര വെളുപ്പില്ലാണ്ട് പോവുക. നോക്കിങ്ങള്,
ത്യാഗം നമ്മളിവിടെ സഹിക്കണം. വിവാഹം എന്നൊരു ത്യാഗം കൂടിയാണ്. പിന്നെ വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്? വെറും ലൈംഗിക ബന്ധമല്ല. അങ്ങനെയൊക്കെ ചില ആളുകൾ മനസ്സിലാക്കിയത്. ഇത് വ്യക്തികൾ തമ്മിൽ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കൽ, ഇതൊക്കെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കലൊക്കെ അതിലൊരു ഘടകം മാത്രമല്ല ലൈംഗിക ബന്ധം. ചില ആളുകൾ കുടുംബജീവിതത്തെ കണ്ടത് വെറും ഇതാണ്. നേരെ മറിച്ച് ആ കുട്ടി കുറച്ച് സൗന്ദര്യം കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എന്നാലും ആ ത്യാഗം നിറഞ്ഞ മൗലവിന്റെ ഒരു മരുമകനാകാൻ എനിക്ക് സാധിച്ചാൽ നന്നായില്ലേ. ആ ചിന്ത ഉണ്ട്. ത്യാഗം ഏറ്റെടുക്കാൻ നമ്മൾ ശ്രമിക്കണില്ല എന്നർത്ഥം. ഇനി അങ്ങനെയൊക്കെ സൗന്ദര്യമുള്ളതിനെ കെട്ടിയെന്ന് വിചാരിക്കുക സുഹൃത്തുക്കളെ. എനിക്ക് തന്നെ എൻ്റെ നാട്ടിലൊരു അനുഭവം അടുത്തുണ്ടായി. ഒരുത്തൻ കല്യാണം കഴിച്ച് പൊണ്ണക്കവും കണ്ടുപോയിക്കുന്ന കുടുംബമൊക്കെ കണ്ടുക്കണം കേട്ടോ. എന്നിട്ട് കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാ ഓന് ആ പെൺകുട്ടിക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം ഇല്ലാത്ത കാരണങ്ങളൊക്കെ ആ പെൺകുട്ടിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി തലാക്ക് പിരിച്ച് സുന്ദരിയായ സ്ത്രീനെ കല്യാണം കഴിച്ച് 2 മാസമായില്ല ഒരു ഓട്ടോറിക്ഷയിലോ ഒരു സൽക്കാരത്തിന് പോവുക. ഇടിച്ചിട്ട് അവസാന പെണ്ണിന്റെ കാലിന്റെ മുട്ടിന്റെ അവിടെ മുറിച്ച് മാറ്റേണ്ടി വന്ന്. ഇപ്പൊ ഒറ്റക്കാലില്ലാത്ത പെണ്ണിനെയായിട്ട് അവൻ കൊണ്ടുനടക്കുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം നോക്കി കെട്ടിയാലും പടച്ചോൻ വിചാരിച്ചാൽ 2 ആഴ്ച കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം ഉണ്ടായി പിന്നെ തലാക്കെല്ലാം പറ്റുമോ? അപ്പൊ ഇവിടെ നമുക്ക് ധാരാളം തെറ്റിദ്ധാരണയാണ്. വിവാഹത്തിലെ യോജിപ്പ്, പെണ്ണ് കാണല്, ഇതൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണ. അത് നമ്മൾ തിരുത്താൻ നമ്മൾ ശ്രമിക്കണം. ഖുറാന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താം. പിന്നുള്ളത് ഇദ്ദയാണ്. ഭർത്താവ് മരിച്ചാൽ അള്ളാഹു പറഞ്ഞു യതറബ്ബസ്നലി അൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശറൻ. 4 മാസം 10 ദിവസം പെണ്ണ് ഇദ്ദ ഇരിക്കണം എന്നല്ല, പ്രതീക്ഷിക്കണം എന്നാ. ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസം കഴിഞ്ഞിട്ടേ അവള് പുനർവിവാഹം പാടുള്ളൂ. ഇത് ഖുർആൻ തന്നെ പറഞ്ഞ്. പക്ഷെ എത്ര തെറ്റിദ്ധാരണയെന്നറിയോ? ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനിയനും വരെ കാണാൻ പാടില്ല എന്നാ. പരപുരുഷനത്തിന് ദർശനത്തിന് ഒരു നിയമമില്ല. ഭർത്താവ് മരിക്കണ മുമ്പ് ആരൊക്കെ അവൾക്ക് കാണാം, അവരൊക്കെ കാണാം. അത് യാഥാസ്ഥിക വിഭാഗത്തിന്റെ പൂങ്കാവൻ എന്നുള്ള മാസിക അതിൽ വരെ എഴുതി ദർശനത്തിന് പുതിയ നിയമമല്ല. മരിക്കണ മുമ്പ്, ഭർത്താവ് മരിക്കണ മുമ്പ് ഈ പെണ്ണിന് ആരൊക്കെ കാണാം, എവിടെയൊക്കെ കാണാം, അത് മരിച്ചാലും കാണാം. അപ്പൊ ഒരു ഫിക്കിനെ 4 മദ്ഹബ് 4000 മദ്ഹബ് പിടിച്ചോളി. ആ 4000 മദ്ഹബിന്റെ കിതാബിലും ഈ 4 മാസം 10 ദിവസത്തിന്റെ ഇടയിൽ അന്യ പുരുഷനെ കാണാൻ പാടില്ല, ദർശനത്തിന് പുതിയ നിയമം വെക്കണില്ല ഒരു ഇമാമും. പക്ഷെ എന്നെന്താ, സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനിയൻ വരെ കയറിയെന്നാ ഇറങ്ങിപ്പോവാൻ പറയും. എന്നിട്ട് 40 നമ്മൾ ഉണ്ടാക്കി. എവിടെ 40? 4 മാസം 10 ദിവസം. 40 എന്തിനാ ഉണ്ടാക്കിയെന്നറിയോ? ഇല്ലാത്ത നിയമം ഉണ്ടാക്കിയപ്പോ 4 മാസം 10 ദിവസം കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ 40 ആക്കി. ഇപ്പൊ എനിക്ക് കോഴിക്കോട് എന്റെ ഖുർആൻ ക്ലാസ് പഠിത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടീന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് മരിച്ച് ഒരാഴ്ച മുമ്പേ ആ പെൺകുട്ടി എന്റെ മുന്നിൽ നിന്ന് ഞാൻ ക്ലാസ് കൊടുത്തോക്കണം കേട്ടോ. അങ്ങനെ ഞാനൊന്ന് ഉച്ചിച്ചറിയാണ് ഞാൻ സമാധാനിപ്പിക്കാൻ കയറി ചെന്നതാ. അതിൽ പെണ്ണിന്റെ തന്തിൻ തള്ളിഞ്ഞ ആട്ടി, നിങ്ങളെന്ത് മൗലവിയാണ്, 40 ദിവസം കഴിയാതെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. യാഥാസ്ഥികന്മാരാണ് ഈ തരക്കേടില്ല. ഈ പെൺകുട്ടീനെ ഒരാഴ്ച മുമ്പ് ഞാൻ കണ്ടതാണ്, ക്ലാസ് എടുത്തതാണ്. പിന്നോളെ പുയാപ്പള മരിച്ചെന്ന കാരണത്താൽ എനിക്ക് കാണാൻ പാടില്ല. എന്നെ ആട്ടി 40 കഴിയണ്ടേ. അതുകൊണ്ട് 40 ഇസ്ലാമിൽ എന്തായി, പ്രസവിച്ച സ്ത്രീകള് ഈ ആർത്തവരക്തം എങ്ങനെ കാണുകയാണെങ്കിൽ 40 ദിവസം മാക്സിമം 40 ദിവസം നിസ്കാരം ഉപേക്ഷിക്കുക. 40 കണ്ടാൽ പിന്നെ രോഗമാക്കി ബ്ലീഡിംഗ് ആയിട്ട് കാണണമെന്ന് അറിഞ്ഞ് അവിടെ മാത്രമായി 40 വരുന്നത്. നേരെ മാറ്റി ആഴ്ചകൊണ്ട് തന്നെ ശുദ്ധിയാവും കേട്ടോ. ശുദ്ധിയാ ഉടനോട് നിസ്കരിച്ചണം. 40 ദിവസം എങ്ങനെ നിസ്കാരം ഉപേക്ഷിച്ച് കിടക്കാൻ പറ്റൂല. പക്ഷെ റസൂല മാക്സിമം രക്തം എങ്ങനെ കാണുകയാണെങ്കിൽ 40 ദിവസം വേണമെങ്കിൽ അത് നിസ്കാരം ഉപേക്ഷിക്കാം, പ്രസവരക്തമായിട്ട് കാണാം. 40 കഴിഞ്ഞാൽ അത് പ്രസവരക്തമല്ല, അത് രോഗമാണ്. എന്നിട്ടോള് സാധാരണ സ്ത്രീലമാരി തന്നെ ദാമ്പത്യ ബന്ധം ഏർപ്പെടാം, നിസ്കരിക്കണം, നോമ്പുകൾക്കൊക്കെ ചെയ്യണം എന്നാണ്. പക്ഷെ ഇതുമായിട്ടൊരു 40 ഇല്ല. ഈ ഇദ്ദ
അപ്പൊ 4 മാസം 10 ദിവസം അള്ള പറഞ്ഞത്. അപ്പൊ ഇല്ലാത്ത നിയമം ഉണ്ടാക്കിയപ്പോ കൊണ്ടിറക്കാൻ പ്രയാസം. അപ്പൊ ഒരു 40 ഉണ്ടാക്കിയതാ. ഇനി അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകാൻ പെട്ടേന്. നിങ്ങൾ ആ ഫത്തുൽ മുഈന്റെ പരിഭാഷ എടുത്ത് നോക്കി. നിങ്ങള് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അത് കാന്തപുരങ്ങനെ മുസ്ലിയാർ കുഞ്ഞുബാബ മുസ്ലിയാർ പുത്തൂർ പഴശ്ശി എത്ര പരിഭാഷ ഉണ്ട് അതിൽ കാണാം. ഈ 4 മാസത്തിന്റെയും 10 ദിവസത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പം ഓൾക്ക് അങ്ങാടിയിലേക്ക് പോകാം, നൂറ്റത് വിൽക്കാൻ വേണ്ടി പോകാം, വിറക് വിൽക്കാൻ വേണ്ടി പോകാം, അടുത്ത വീട്ടിലെ സംഭാഷണത്തിന് വേണ്ടി പോകാം. അത് നബിന്റെ ഹദീസിന്റെ അടിസ്ഥാനം. ഒരു പെണ്ണ് ഇദ്ദന്റെ വേളയിൽ ഓളെ ഈത്തപ്പന നന്നാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആള് പറഞ്ഞ പറ്റൂലടി, ഇദ്ദന്റെ അവധി കഴിയണം എന്നറിഞ്ഞ്, പുറത്തിറങ്ങാൻ പാടില്ല എന്നറിഞ്ഞ്. അപ്പൊ ഈ പെണ്ണ് നബിനോട് ഒന്നും കണ്ട് ചോദിച്ചപ്പോ നബി അതെ നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങാം, അനക്കാ തോട്ടം വേണമെങ്കിൽ ധർമ്മം ചെയ്ത് നശിപ്പിക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഭർത്താവ് മരിച്ചിഞ്ഞ് ഓള് ലോസഫെ എടുക്കൊന്നും വേണ്ട, ലീവ് എടുക്കണ്ട, ടീച്ചറാണെങ്കിൽ പോകാം, പള്ളിക്ക് വരാം, ഇഞ്ഞോ ഹജ്ജിനും പോകാം. ഹജ്ജിന് പൈസ അടച്ചതാ. അപ്പോഴാണ് ഭർത്താവ് പണി തീർന്നത്. ആയിഷാ ബീബി റളിയല്ലാഹു സുന്നത്തായ ഹജ്ജിന് വരെ, 2ാമത്തെ 3ാമത്തെ ഹജ്ജിനെ സുന്നത്തായ ഹജ്ജിന് ഉംറക്കും വരെ ആയിഷാ ബീബി റളിയല്ലാഹു എന്ത് ചെയ്യാറുണ്ട്, ഈ 4 മാസത്തിന് 10 ദിവസത്തിനുള്ളിൽ കൊണ്ടുപോകാറുണ്ട്. നമ്മൾ ഫർളായ ഹജ്ജാണെങ്കിൽ വരെ ഭർത്താവ് മരിച്ചാൽ പിന്നെ ഹജ്ജ് വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ യാഥാസ്ഥിക വിഭാഗം ഇസ്രായി വസ്താൻ എന്ന വിഷയത്തിൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കടന്നുകൂടിയതാ. ഖുർആൻ പറഞ്ഞ യതറബ്ബസിനാന്ന പ്രതീക്ഷിക്കാന്നാ പറഞ്ഞത്. ഇനി ഒരു ഇരുട്ടറയിൽ ഇരിക്കുക എന്നുള്ളതില്ല. ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ നമ്മൾ തെറ്റിദ്ധരിച്ചത് അത് റൂമിൽ പോയിട്ട് ഇരിക്കലാണ് എന്നാ. അള്ള പറഞ്ഞ ഇരിക്കുക എന്നല്ല, പ്രതീക്ഷിക്കുക എന്നാ പറഞ്ഞത്. എന്നിട്ട് പണ്ടൊക്കെ എന്തായാലും പ്രത്യേക ഇരുട്ടറ തെരഞ്ഞെടുക്കല. എന്നിട്ട് ആ ഇരുട്ടറയിൽ ചിലപ്പോ സൗകര്യം ഇല്ലെങ്കിൽ മറക്കിരിക്കാനുള്ള സൗകര്യം വരെ അവിടെ ഉണ്ടാക്കുക. റൂമിൽ തന്നെ മറക്കിരിക്കാനുള്ള സൗകര്യം. ഇതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായതാ സുഹൃത്തുക്കൾ. ഒരു മദ്ഹബിന്റെ ഇമാമും പറഞ്ഞതല്ല. ഷാഫി മല ഗ്രന്ഥത്തിൽ നിങ്ങൾ മലയാളങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നാളെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ സ്ത്രീകൾക്ക് അങ്ങാടിയിലേക്ക് അതായത് വിൽക്കാൻ വേണ്ടി പോകാം, ഇതിനൊന്നും വിരോധ ജോലി സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ കാണാം. പക്ഷെ വലിയൊരു തെറ്റിദ്ധാരണ നമ്മൾ കടന്നുകൂടിയതാണ്. വിശുദ്ധ ഖുർആനിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, വല്ലാതെ അണിഞ്ഞൊരുങ്ങരുത്. നബി പറഞ്ഞ് ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് അഴിച്ചെട്ടാൻ പറഞ്ഞു. പിന്നെ സുർമടട്ടെന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞു സുർമടണ്ടാന്ന് പറഞ്ഞു. അലങ്കാരത്തിന് ഒരു പരിധി എന്ന് പറഞ്ഞാൽ 4 മാസം 10 ദിവസം കഴിഞ്ഞ ഇടയിലൊക്കെ ഞാൻ ഭർത്താവ് മരിച്ചതാണ് ചിന്ത ഉണ്ടാവണം. സാധാരണ വസ്ത്രമൊക്കെ ധരിക്കാൻ, വല്ലാത്ത അണിഞ്ഞൊരുങ്ങണ കല്യാണത്തിന് പോണ വസ്ത്രമൊന്നും എന്താവരുത്, ധരിക്കരുത്. ആഡംബരത്തിനും മറ്റതൊക്കെ ചില നിയമങ്ങൾ റസൂല പറഞ്ഞതല്ലാതെ ദർശനത്തിനോ ഒരു ജോലിക്ക് പോകണീനോ ഇതിനൊന്നും ഒരു നിയമം പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പക്ഷേ ആ വിഷയത്തിലൊക്കെ വലിയതാണ്. പിന്നുള്ള സ്നേഹിതന്മാരെ ഒന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഔമാ മലക്കത്ത് അയ്മാനുക്കുന്ന ഇല്ല അല അസ്വാജീൻ ഔമാ മലക്കത്ത് നിങ്ങൾ വലങ്കൈ ഉടമയാക്കിയ സ്ത്രീകളുമായി ദാമ്പത്യ ബന്ധം സ്ഥാപിക്കാന്നാണ്. ഞാനിത് പറയാനുള്ള കാരണം തരണ്ട. കുറച്ചു മുമ്പ് കോഴിക്കോട്ട് നിന്ന് ഒരാള്, പേര് ഞാൻ പറയണില്ല, അയാൾ എന്നോട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി എന്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ട്, ഓളെ പരിപൂർണമായി സംരക്ഷിക്കുന്നത് ഞാനാണ്, ഓള് അനാഥയാണ്, ഉമ്മപ്പില്ല, എല്ലാ ചെലവും ഞാനാണ് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഓളുമായി ദാമ്പത്യ ബന്ധം ഏർപ്പെട്ടൂടെ? ഔമാ മലക്കത്തിൽ ഓള് പെടൂലേ വേലക്കാരി? അപ്പൊ ഞാൻ ഗൗരവത്ത് പറഞ്ഞ് ഒരിക്കലുമില്ല. ഔമാ മലക്കത്ത് ഞാൻ വിശദീകരിച്ചോട്ടെ, പിന്നെ വാക്കാം. പക്ഷെ മൂപ്പര് ഞാൻ ഇടിപൊട്ടിയ മാതിരിയായി. ഇന്ന പണ്ഡിത എനിക്ക് ഫത്വ തന്നിക്കണ ഓളുമായി ദാമ്പത്യ ബന്ധം ഏർപ്പെടാം, ഔമാ മലക്കത്ത് പെടുമെന്നാണ് കണ്ട്. ഔമാ മലക്കത്തില് വീട്ടിലെ വേലക്കാരി ഉൾപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതൻ എന്താണ് മതവിധി കൊടുത്തിക്കണ്. ഞാൻ എത്ര പറഞ്ഞാലും മൂപ്പര് സമ്മതിക്കൂല. മൗലവി ഞാനാണോളെല്ലാം സംരക്ഷിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഔമാ മലക്കത്ത് എന്നറിയോ? ഇസ്ലാമില് ഒരു കാലത്തും സ്വതന്ത്രനെ അടിമയാക്കൽ അനുവദിച്ചിട്ടില്ല.
ഒരു സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കൽ ഇസ്ലാമിലില്ല. പിന്നെ യുദ്ധം നടക്കുമ്പം ഇസ്ലാമിലെ നിയമം സ്ത്രീകളെ യുദ്ധത്തിൽ കൊല്ലാൻ പാടില്ല എന്നാ, കുട്ടികളെയും വയസ്സന്മാരെയും. ഒരു യുദ്ധത്തിൽ വന്ന പെണ്ണുങ്ങൾ സിവിലിയന്മാരെ തൊടാൻ പാടില്ല കേട്ടോ. ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങളും സജീവമായിട്ട് യുദ്ധക്കളത്തിലേക്ക് വരും. അപ്പൊ ഈ പിടിക്കുകയാണെങ്കിൽ സ്ത്രീകളെ പിടികൂടുകയാണ്. പിടികൂടിയിട്ട് ഇന്ന് റഷ്യയും ചൈനയും യുദ്ധം നടന്നു വിചാരിക്കുക. കുറെ ചൈനീസ് സ്ത്രീകളെ റഷ്യക്കാരെ പട്ടാളം പിടിച്ചാലെന്തോ ബലാത്സംഗം ചെയ്തിട്ടൊക്കെ കൊന്നു വരും, അല്ലെങ്കിൽ ഇരുട്ടറയിൽ ജയിലറയിൽ കൊണ്ട് ഇട്ടുന്ന് വരും. ഇന്നും ജയിലറല്ലാത്ത രാഷ്ട്രങ്ങളുണ്ടോ? അപ്പൊ ഇസ്ലാമിൽ എന്ത് ചെയ്യാ? നബി പട്ടാളക്കാരന് ഇഷ്ടത്തിനെ തട്ടിയെടുക്കാൻ പറ്റൂല. നബി ഇങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, നിന്റെ ഭാര്യനോട് പെരുമാറണോളെ തല്ലരുത്, ശകാരിക്കരുത്, ഭാര്യ ജോലി ചെയ്യരുത്. ഓളെ വികാരപരമായ പ്രശ്നം വരെ അംഗീകരിച്ച് ഭാര്യയായിട്ട് നിക്കാഹ് തന്നെയാണ്. ഇതാണ് നിക്കാഹിന്റെ ശൈലി മാറ്റേണ്ടതെന്നുള്ളൂ. കാരണം ഈ പെണ്ണിന്റെ വലിയ മുശിരിക്കായിരിക്കുമല്ലോ. അപ്പൊ നബി ഇവിടെ വലിയ നബി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പട്ടാളക്കാരനൊരു കുട്ടി ജനിച്ചാലോ അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായി? മുഹമ്മദായി, സ്വതന്ത്രയായി. അപ്പൊ ഇസ്ലാമിലെ യുദ്ധ തടവ് നിയമമാണ് ഈ യൗമാമലക്കത്ത്. ആണുങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ഓരോ ഇരുട്ടറയിലിട്ട് അടക്കുകയല്ല. ഒരു പട്ടാളക്കാരനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇവനെ കൂടുതൽ ഭാരം ചുമക്കി ഇഞ്ചി ധരിക്കണം, അതേ വസ്ത്രം ധരിപ്പിക്കണം കേട്ടോ. ഇത് ഏതാണ് നമ്മളെ കൊല്ലാൻ വന്ന ആണും പെണ്ണും, പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങൾ. നമ്മെ കൊല്ലാൻ വന്ന ആണും പെണ്ണുമാണ്. എന്നിട്ട് ഈ നിന്റെ ഭക്ഷണം അതേ ഭക്ഷണം ആഹാരം കൊടുക്കണമെന്ന് ഏൽപ്പിക്കുക. ഇസ്ലാമിന് ജയിലില്ല, വിശാല ലോകത്തേക്ക് ജീവിക്കാൻ പോകുക. പിന്നെ അതും നിർത്തലാക്കി. അള്ളാഹ് പറഞ്ഞ സൂറത്ത് മുഹമ്മദിൽ കിതാൽ എന്ന് പറയും, ഇമ്മാ മന്നവോ ഇമ്മാ ഫിദാ എന്നാണ്. ഒന്നെങ്കിൽ വെറുതെ ഒല വിടണം, അല്ലെ പ്രായശ്ചിത്തം വാങ്ങിയിട്ട് വിടണം. അതോടുകൂടി അത് അവസാനിച്ച്. അപ്പൊ ചില പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്, പെട്ടെന്ന് ഓല വിട്ട് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു കൊത്തുന്ന് പേടിച്ചാണ്. ഇപ്പൊ ഇന്ത്യൻ പട്ടാളം, ഇന്ത്യക്കാര് 2 ലക്ഷത്തോളം പാകിസ്ഥാൻ പട്ടാളത്തെ ചെറ പിടിച്ചല്ലോ, ബന്ദിയായി പിടിച്ചല്ലോ ബംഗാൾ യുദ്ധത്തില്. പെട്ടെന്ന് തിരിച്ചുവിട്ടൊക്കെയല്ല, കൊടുത്താ പിന്നെ ഓലും വീണ്ടും തിരിച്ചടിച്ചെങ്കിലോ. ആ പെട്ടെന്ന് ഓല അങ്ങോട്ട് മോചിപ്പിച്ച് കഴിഞ്ഞാല് വീണ്ടും തിരിച്ച് അടിക്കും എന്ന് പേടിണ്ടെങ്കിൽ തൽക്കാലം ഈ നിയമം, എന്നാലും ജയിലില്ല. ഈ നിയമം അനുസരിച്ച് കരാറ് ഉണ്ടാക്കുന്നത് വരെ തൽക്കാലം അടിമയാക്കി വെക്കാം, നൗമാമലക്കത്താക്കി വെക്കാം. ഏതുവരെ? കരാറ് എന്താണ്? ശാശ്വതം പാടില്ല, കരാറാണ് വരെ. അപ്പൊ ഇതാണ് ഇസ്ലാമിലെ അതാ ബലങ്കൈ ഉടമയാക്കിയത് എന്നുള്ളത്. യുദ്ധം ചെയ്ത് പിടിക്കുകയാണ് എന്നർത്ഥം. അത് ഇസ്ലാമിലെ വിശാലമായ സുന്ദരമായ ജയിൽ നിയമട്ടോ. ഇപ്പൊ ഞാൻ പറയാം, റഷ്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കാൻ നേരെ വിളിച്ചാക്കി. എന്നാൽ ചൈന പട്ടാളത്തിലെ ചില സ്ത്രീകളെ റഷ്യക്കാർ പിടിച്ചാല് എന്താ ചെയ്യാ? പട്ടാളക്കാർ സ്ത്രീകളാണെങ്കിൽ ഇനി ഒന്നും ചെയ്താൽ വെക്കും, എന്നാലും ഇരുട്ടറയിൽ കൊല്ലങ്ങളോളം ജീവിക്കാൻ വിടുകയല്ലേ. അത് ഇസ്ലാം മതം ഇങ്ങനെ ഒരു വിശാല ലോകത്തേക്ക് വിട്ടാണ്. അതും തൽക്കാലം ഇതാണ്. പിന്നെ അത് വെച്ച് ചില പണ്ഡിതന്മാർ എന്നാലും തൽക്കാലം വേണമെങ്കിൽ അത് ആവാന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഒരു വിഷയം കൂടി, അതായത് ഈ കച്ചവടം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഈ പൈസ മുഴുവൻ കൊടുക്കണോ കൊടുക്കണ്ടേ? വില അങ്ങനെയല്ല എന്നർത്ഥം. കച്ചവടം പ്രാബല്യത്തിൽ വരെ ഈജാബ് കബൂൽ എന്നാണ്. എന്ന് പറയാൻ വിറ്റ് വാങ്ങി എന്നുള്ളത് പറയാം. അതിന് ഇന്നത്തെ ഈ മുദ്ര ഇതിനൊക്കെ ആവാം. അല്ലെങ്കിൽ ഇസ്ലാം അപ്രായികമാതാവില്ല, കടം വാങ്ങാൻ അനുവദിച്ചില്ലേ? ഇപ്പൊ ശമ്പളക്കാരൊക്കെ കടീന്ന് വാങ്ങുക, 1-ാം തീയതിയല്ലേ പൈസ കൊടുക്കണത്. ആ പൈസ കൊടുക്കണ മുമ്പേ ഓനത് തിന്ന് തീർത്തൂടെ? കാരണം വിറ്റ് വാങ്ങി പറയാണ് പൈസ അവധിക്ക് കൊടുത്താൽ മതി. അപ്പൊ നബി കബിള് വേണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിച്ച് പൈസ പൂർത്തിയായി വാങ്ങണം. അപ്പൊ ഞാന് 5 ലക്ഷത്തിന് ഒരു സാധനം വാങ്ങി, 2.5 ലക്ഷം കൊടുത്ത്, പിന്നെ മുതലാളി പറഞ്ഞു നിങ്ങൾ കൊല്ലം അവധി വന്ന അവധിക്ക് തന്നാ മതി എന്നാണ്. കച്ചവടം പ്രാബല്യത്തിൽ എനിക്ക് വേണമെങ്കിൽ പിന്നെ 6 ലക്ഷത്തിന് പുറത്തേക്ക് വിൽക്കാം. പൈസ കൊടുത്താലേ കച്ചവടം പ്രാബല്യത്തിലാവുന്നൊരു ഇതുമില്ല. അങ്ങനെയാണ് ഇപ്പൊ നബി ജൂതന്റെ അടുത്ത് കടം വാങ്ങിയില്ലേ 60 സാഹ് ഗോതമ്പത്തിന്. നിങ്ങൾ പൈസ കൊടുക്കണമെന്ന് നബി കുടുംബത്തൊന്നും തീർത്തില്ലേ? അപ്പൊ ആളുകളുടെ ധാരണ ഉണ്ട് പൈസ കൊടുത്താലേ കച്ചവടം, അതില്ല എന്നർത്ഥം. ഇങ്ങനെയാണ് ഞാൻ പല ശമ്പളക്കാർ മുഴുവൻ കടയിൽ നിന്ന് കടം വാങ്ങലല്ലേ.
അപ്പം ഈ റിസോൾട്ട് ആ നിലക്ക് തെറ്റല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഭൂമി വാങ്ങി എഴുത്തുകുത്തൊക്കെ നടന്ന് ആധാരമൊക്കെ എഴുതി പൈസ പറഞ്ഞ അവധിക്ക് നിശ്ചയിച്ചും ചെയ്ത് ആ പൈസ കൊടുക്കണമെങ്കിൽ മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വസ്തു പുറത്തേക്ക് എന്താവണം, ലാഭത്തിന് വിൽക്കാൻ അർത്ഥം. അപ്പൊ ആ ധാരണുള്ളതാണ്. ചിലർ മാസികയിൽ വന്നതും കൂടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ തന്നെ ഒരു മാസികയിൽ വന്നതാണ് റിസോൾട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതില്ല, അതിങ്ങനെ ഈജാബ് കബൂൽ എന്ന പണ്ഡിതന്മാർ പറയാം. വിറ്റ് വാങ്ങിയ നാക്കൊണ്ട് തന്നെ പറയണമെന്നില്ല. അത് ഇന്നത്തെ ആധുനിക രീതികളെ എഴുത്തുകുത്തൊക്കെ ഉണ്ടെങ്കിൽ എഴുത്തുകുത്ത് നടന്നു കഴിഞ്ഞാൽ കച്ചവടമായി. പൈസ പിന്നെ പറഞ്ഞ അവധിക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന് മാത്രം. ആ എങ്ങനെ അതെ സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ടല്ലാന്നേ, സുബഹ് ടൈമേ വേലങ്ങൾ ഉറങ്ങിപ്പോയി. ഏത് ആ സുബഹങ്ങൾ എപ്പോഴാണ് സ്കരിക്കണത്? സൂര്യ ഉദിക്കണം മുമ്പ് സ്കരിക്കണം. അതായത് സുബഹങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കണത്? അത് ഉറങ്ങിപ്പോയാൽ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. എങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞ നിങ്ങൾ അത്താഴത്തിന് ശേഷം ജനാപത്തിന് നിങ്ങളൊന്ന് ഉറങ്ങിപ്പോയി, പാൻ കൊടുക്കുന്ന വരെ ആ ഉറങ്ങിപ്പോയി. എങ്ങനെ ആ സമയത്ത് എനിക്ക് നിസ്കരിക്കണോ? അതായത് കുളിക്ക് പറ്റിയത് അതിന് ക്ലിയർ ആക്കിയല്ലോ. അതായത് സാധാരണ എപ്പോഴാണ് കുളിച്ചല് ജനാപത്ത് ഉണ്ടാവുമോ? സുബീന്റെ പാൻ കൊടുക്കണ മുമ്പ് തന്നെ കുളിച്ചലുണ്ടോ? പാൻ കൊടുക്കണ മുമ്പ് പാൻ കൊടുത്തിട്ട് പിന്നെ എപ്പോഴാണ് നിസ്കരിക്കുന്നത്? ഇനിയിപ്പോ ജമാഅത്തിന് ബാങ്ക് കൊടുത്ത മുമ്പ് ജമാഅത്ത് ഉണ്ടാവുമോ? 5 മണിക്കാ ബാങ്ക്, 5:30ക്കാണ് ജമാഅത്ത്. ഇന്ന് ഞങ്ങൾ 5 മണിന്റെ മുമ്പ് തന്നെ കുളിച്ചോ? സാധാരണ ചിലപ്പോൾ ജമാഅത്ത് 5:30 അതിന്റെ മുമ്പ് നിങ്ങൾ കുളിച്ചു തരൂ, ബാങ്ക് കൊടുത്ത ശേഷം കുളിച്ചു തരൂ. സാധാരണ നോമ്പിന് അങ്ങനെയല്ല ഒരു ധാരണ ഉള്ളത്. ബാങ്ക് കൊടുക്കണ മുമ്പ് തന്നെ എന്ത് ചെയ്യണം, കുളിക്കണം. അതില്ല. അത് ചോദിച്ചത് ഒരു സ്ത്രീ ഈ നോമ്പ് അനുഷ്ഠിച്ചിരിക്കണം. ഓടെ ഒരു 5:30 അല്ലെങ്കിൽ 6 മണിക്ക് മെൻസസ് ആയി കഴിഞ്ഞാൽ ആ നോമ്പ് വീട്ടണമെന്നുള്ളതാണ്. അത് വീട്ടണമെന്നാണ് അഭിപ്രായം. പക്ഷെ അവർക്ക് കൂലി കിട്ടും എന്നർത്ഥം. കൂലി കിട്ടും എങ്കിലും അസ്തമിക്കണ മുമ്പായിട്ട് എപ്പം മെൻസസ് ആയി കഴിഞ്ഞാലും നോമ്പ് എന്ത് ചെയ്യണം. കാരണം നമ്മൾ ഭക്ഷണം തിന്നണ മാതിരി തന്നെ 6 മണിക്ക് നമ്മൾ ഭക്ഷണം തിന്ന് വിചാരിക്കും, നോമ്പ് മുറിഞ്ഞല്ലോ. അപ്പൊ അതേമാതിരി ഇത് പോള കാര്യമല്ല, അതുകൊണ്ട് കൂലി കിട്ടും എന്നർത്ഥം. പക്ഷെ അവിടെ എന്ത് ചെയ്യണം, പോറ്റ് കൂട്ടണം എന്നർത്ഥം. അതേ സമയത്ത് ഇപ്പൊ രാത്രി ഒരു പെണ്ണിന് 5 മണിക്ക് എന്ത് ചെയ്ത് മെൻസസ് നിന്ന് എന്നാ കുളി അപ്പൊ തന്നെ നിർബന്ധമല്ല. കുളി എന്താണോ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കുളിച്ചാൽ മതി. അവിടെ അങ്ങനെ തന്നെയാണ് കുളിൻ്റെത്. ഇപ്പൊ രാത്രി ഒരു പെൺകുട്ടിക്ക് രാത്രി ശുദ്ധി അയക്കണമെങ്കിൽ അവൾ കുളിച്ചിന മുമ്പ് തന്നെ നിയ്യത്ത് കരുതണം എന്നാ കരുതിയിട്ട് കുളി എപ്പോഴാണ് 6 മണിക്കാണ് നിസ്കരിക്കണമെങ്കിൽ 6 മണിന്റെ മുന്നായിട്ട് എന്ത് ചെയ്യണം, കുളിച്ചണം എന്നർത്ഥം. അപ്പൊ കുളിക്കാതെ തന്നെ ആർത്തവം അവസാനിച്ചാൽ നോമ്പിന് നിയ്യത്ത് വെക്കാന്ന് അർത്ഥം. എങ്ങനെ അതെ ശാക്തമായ ഇണകൾ എന്ന കവായിബിന് ഉന്നതമായ ഇണകൾ നടത്തണ്ട്. അല്ല മാർഗുടെ മുന്തിയതൊന്നുമല്ല. അതെന്ത് പറയും പരിഭാഷകൾ കൊടുക്കണേന്, തെറ്റിച്ചു കൊടുക്കണേന്. എന്റെ പരിഭാഷ എടുത്ത് നോക്കണ്ടി. ഖുറാന്റെ വെളിച്ചെന്നാണ്, അല്ലെ എമ്മന്റെ മാത്രമേ വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇണകളിലേക്കാണ് മടങ്ങുന്നത്. ഇണകളായതുകൊണ്ട് എന്ത് ചെയ്താണ് പെണ്ണായിട്ട് ഉപയോഗിച്ചത്. അസ്വാജ് ബഹുവചനല്ലേ, അപ്പൊ ചിലപ്പോ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും. ഇതുപോലെ അതിനെയാണ് മലായിക്കത്ത് എന്നുള്ളത് സ്ത്രീലിംഗമായിട്ട് അള്ള ഉപയോഗിച്ചത്. പക്ഷെ ഖുർആൻ പറയുന്നുണ്ട് ഇന്നല്ലദീന പർച്ചോല് വിശ്വാസമല്ലതാണ് ഇല്ലാത്തവരാണ് മലക്കിനെ പെണ്ണാക്കാന്ന് അറിയുന്നത്.
യുസമ്മൂന മലായിക്കത്ത് തസ്മിയത്തൽ ഉൻസാന്ന് പറഞ്ഞു. ഇപ്പൊ മലക്കുകൾ എന്ന പദം ഖുർആനിൽ റുസുല് എന്ന പദം എന്ത് ചെയ്തിട്ടുണ്ട്? പലക്കത് ജാഅത്ത് റുസുലുന ഇബ്രാഹിമ ജാഅത്ത് എന്ന റുസുല് ദൂതന്മാര്. അപ്പൊ ദൂതന്മാര് എന്ന പദം എന്താണ്? പെണ്ണായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നബിമാരൊക്കെ പെണ്ണാണ്. അത് പദത്തെ അംഗീകരിച്ച് അടിസ്ഥാനമാക്കിയും ചിലപ്പോൾ ആശയത്തെ അടിസ്ഥാനമാക്കി സ്ത്രീലിംഗും പുല്ലിംഗും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. വക്കാല നിസ്വത്തും ഫിൽ മദീനത്തി, വക്കാല എന്നാണ് പറഞ്ഞത്, നിസ്വത്ത് എന്ന വക്കാലത്ത് എന്ന് പറഞ്ഞില്ല. അപ്പൊ അത് ആ നിസ്വത്ത് എന്നുള്ള പദം എന്താണെന്ന മുദക്കറാണെന്ന, അതുകൊണ്ടാ വക്കാല നിസ്വത്ത് എന്ന് പറഞ്ഞത്. മയന പെണ്ണാണ്, ആശയം പെണ്ണാണ്, അങ്ങനെ ചിലതുണ്ടാവും അർത്ഥം. അല്ല, ഹദീസിൽ പ്രത്യേകം പറഞ്ഞോ മക്കാന യജിലിസു മുത്തവജിക്കം ഫി കുല്ലി റക്അത്തൈൻ യുസല്ലിമു ബിനസായി അബൂ ദാവൂദ്. അൽബാനി വരെ സഹിയാക്കിയതാ. സലാം വിടുന്ന ഏത് 2 റക്അത്തിലും നബി ചന്തി നിലത്ത് വെച്ച് തബറുക്കിന്റെ ഇരുത്തായിരിക്കുകയാണ്. ഇപ്പൊ തറാവിന്റെ 2 റക്അത്ത് അതിൽ ചന്തി വെച്ച് തബറുക്കിന്റെ ഇരുത്ത. സുബ്ഹ് സാധാരണ റവാത്തിബ് സുന്നത്തും എല്ലാം സലാം വിടുന്ന ഏത് അത്തയ്യാത്തിലും നബി ചന്തി നിലത്ത് വെച്ച് തബറുക്കിന്റെ ഇരുത്തായിരിക്കുകയാണ്. 2 അത്തയ്യാത്ത് ഉണ്ടാവുമോ ആദ്യത്തെ അത്തയ്യാത്തിൽ മാത്രം ഇഫ്തിറാഷ്, പിന്നെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം അതും ഇഫ്തിറാഷ്. അവിടെ സലാം വിട്ടിട്ടില്ലല്ലോ, 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ ഇരിക്കുമല്ലോ, അതൊക്കെ ഇഫ്തിറാഷാണ്. എന്നാണ് കാല് വെച്ചിട്ട് കാലുമേൽ ചന്തി വെച്ചിരിക്കുക. ബാങ്ക് ജോലികൾ, ബാങ്കിൽ വെറും പലിശ ഇടപാട് മാത്രമല്ല ധാരാളം ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു മാസിക തുടങ്ങി, ഞാൻ പരമാവധി ബാങ്ക് വെച്ച് കയറി ഇറങ്ങരുത് എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികവും എന്താണ് ഈ ചെക്കൊക്കെ തരികയാണെങ്കിൽ വേണ്ടെന്ന് പറയല്ല, എനിക്ക് ചെക്കുമില്ലായിരുന്നു. പക്ഷേ ഒരു മാസിക ഞാൻ തുടങ്ങി, അൽ ഇസ്ലാം മാസിക. അത് തുടങ്ങിയപ്പോ പിന്നെ ബാങ്കിൽ ഇങ്ങനെ കയറ്റി ഇറങ്ങി ഇനിയിപ്പോ ഹജ്ജിന് പോകുകയാണെങ്കിൽ വേണ്ടി വരൂലേ. അപ്പൊ പരമാവധി നമ്മളത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക എന്നർത്ഥം. അതെന്നെ പറഞ്ഞത്, ആ ജോലി പരമാവധി ഉപേക്ഷിക്കുക. ബാങ്കിൽ വെറും പലിശൻ്റെത് മാത്രമല്ല നിങ്ങൾ ചെയ്തു കൊടുക്കണതേ. ഇപ്പൊ ഹജ്ജിന് വരെ പോവുകയാണെങ്കിലേ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കൂലേ. പക്ഷെ എങ്കിലും അത് പലിശയിൽ ബന്ധിതം തന്നെയാണ്. പരമാവധി നമ്മളത് വേറെ ജോലിയൊക്കെ കിട്ടും പറ്റെങ്കിൽ പരമാവധി അത് ഉപേക്ഷിക്കാൻ നോക്കണം. കൂടുതൽ ശമ്പളം കിട്ടുക ചാടി വീഴരുത് എന്നർത്ഥം. അതന്നെയാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞത് പലിശ മാത്രമല്ല ബാധ്യത അതിലുണ്ട്, ജോലി പ്രവർത്തനം നടക്കേണ്ടതാ. അതെ, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ഈ പലിശയുണ്ട പരമാവധി ഉപേക്ഷിക്കാൻ പറഞ്ഞത്. അല്ലെ പരമാവധി കയറി കൂടാനാ പറയാ, നല്ല ജോലിയുടെ ശമ്പളമല്ലേ. അതൊന്നും ഇസ്ലാമിലൊക്കെ വഴിതെറ്റിപ്പോയതാ. വിധത്തെ സംശയിക്കാൻ എന്താ? നബിന്റെ കാലത്ത് അർച്ചി കൊടുക്കല, പലിമൃഗത്തെ അറുത്തിട്ട് കൊടുക്കുക. അപ്പൊ നബി അല്ല അക്കറഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ അറിവില്ല എന്ന് വിരോധിച്ച് അതിനെ അർച്ചിയെ കൊടുത്തിട്ട് പെണ്ണുങ്ങള് കബർ സന്ദർശി വിരോധിച്ചില്ല. ബന്ധുവിന്റെയും ഭർത്താവിന്റെയും ഒക്കെ പോകാൻ ആയിഷാബിയെ ചോദിക്കാം, മാതാ അക്കൂലു ഇതാ സുഹൃത്തുൽ കുബൂറ, നബിയെ ഞാൻ ഖബർ സന്ദർശിക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? അപ്പൊ കൂലിയാണ് ആയിഷാബിബിക്ക പഠിപ്പിച്ചു കൊടുക്കുന്നത്, അസ്സലാമു അലൈക്കും എന്നുണ്ട്. അപ്പൊ ഖബർ സന്ദർശിക്കുള്ള പ്രാർത്ഥന നബി ആർക്കാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആയിഷാബിബിക്ക. പിന്നെ നബി ഒരിക്കൽ മസാനത്ത് കൂടെ നടക്കുകയാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച. അപ്പൊ ഒരു പെണ്ണുണ്ട് ഖബറിന്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നബി ഖബർ സന്ദർശിച്ചിനെ വിരോധിച്ചില്ല. നബിയാണ് ഇത്തക്കില്ലാഹ ഫസ്ബിരിജ് കരയല്ല എന്ന് പറഞ്ഞ് അതിനെ വിരോധിച്ചു. പിന്നെ ആയിഷാബിബി സഹോദരൻ അബ്ദുറഹ്മാന്റെ ഖബർ സന്ദർശിച്ച് ധാരാളം ഹദീസിൽ വന്നതാണ്. പക്ഷേ ലഅനല്ലാഹു സവാറാത്തിൽ ഖുബൂർ എന്നൊരു ഹദീസ് ഉണ്ട്, അത് ദുർബല ഹദീസ് പോക്ക. ഇനി സഹിയാണെങ്കിൽ തന്നെ പണ്ഡിതന്മാര് ഷൗക്കാനൊക്കെ പറഞ്ഞത് സവാറത്ത് നിരന്തരമായി സന്ദർശിക്കുക, നിരന്തരമായി സന്ദർശിക്കാൻ പാടില്ല എന്നർത്ഥം. ഹദീസിന്റെ പിൻബലം സ്ത്രീകൾക്കും ഇങ്ങനെ ബന്ധുക്കളെ ഖബറൊക്കെ സന്ദർശിക്കാൻ കഴിയില്ല. ഹദീസ് പണ്ഡിതന്മാർ ഷൗക്കാനി പോലുള്ളവരൊക്കെ അതിനെയാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. ഒരു ദുർബല ഹദീസ് മാത്രമാണ് പാടില്ല എന്നുള്ളതിന് ഈ സഫാറാത്ത്, അത് ദുർബലാണ്. പിന്നെ അതിങ്ങനെ വ്യാഖ്യാനിക്കാം. പിന്നെ മുസ്ലിമിന്റെ ഹദീസാണ് ആയിഷാബി ചോദിക്കുന്നത്, ഞാൻ എന്താ ഖബർ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ടിയെന്ന. അപ്പോൾ നബി പറഞ്ഞു കൂലിയാറുണ്ട്.
ഷാഫി മത പ്രകാരം പാടില്ല എന്നർത്ഥം. ഷാഫി മതബിൽ സ്ത്രീകൾക്ക് എന്താണ് കറാത്ത വെറുക്കപ്പെട്ടതാണ്. അല്ല, അത് നിങ്ങൾ നോക്കണം. ഓൻ ബാങ്കിൽ നിന്ന് കടെടുത്തത് എന്ത് കാരണത്താലാണ്? അതെന്നെ സ്വർണം വെച്ച് കടെടുത്ത ആളെ ചിലപ്പം കൊശിയാക്കാൻ വേണ്ടിയിട്ടാണ്, വിലസാനാണ്, അങ്ങനെയാണ് ചെയ്യാന്നർത്ഥം. സക്കാത്ത് സാധുവിനെ സഹായിക്കാൻ നിലക്ക്, കടബാധ്യത വീട്ടുക എന്നുള്ളത്. വല്ല ഓരിമീനാണ് കടക്കാർക്ക് കൊടുക്കാൻ നിലക്ക്. പക്ഷെ അവൻ കടാക്കിയത് നോക്കണം എന്നർത്ഥം, പരിശോധിക്കണം എന്നർത്ഥം. ഓൻ ആരും കൊടുക്കുന്ന കാരണം മനുഷ്യൻ അങ്ങനെയാണ്. 10 രൂപ വെച്ചാൽ കടം തരൂല. അപ്പൊ നിർബന്ധാവസ്ഥയിൽ നമ്മൾ എന്തിൻ്റെ വരും? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനൊക്കെ ഈ പലിശ തിന്നണോനെയാണ് അള്ളാഹ് എതിർക്കുന്നത്, തിന്നണോനെ. പക്ഷെ ഹദീസിൽ വന്നാണ് കൊടുക്കണോനൊക്കെ അതെങ്ങനെ എനിക്ക് പൈസ കടം തരാൻ നിങ്ങൾ തയ്യാറാ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ സമീപിക്കാൻ അവരാണ്ട് പലിശനെ നിസ്സാരമായിട്ട് കാണുക. അമിനപുത്രോയിറ വായും വല ആദിന്ന് ഖുർആൻ പറഞ്ഞു. പന്നിമാംസം വിഗ്രഹത്തിന് നടത്താൻ പാടില്ലാണ്ട്. പക്ഷെ ഒരുത്ത നിർബന്ധിതനായി. ഓ നിയമലംഘനം നടത്തുള്ള ചിന്തയല്ല, ആസ്വദിക്കുള്ള ചിന്ത അല്ലെങ്കിൽ അള്ളാഹ് പുറത്തു വരും. വിഗ്രഹത്തിന് അർത്ഥത് വരെ എന്നുള്ള പറഞ്ഞു. അപ്പൊ അങ്ങനെ പലിശനെ നിസ്സാരമാക്കിക്കൊണ്ട് പോയി എടുക്കുകയാണെങ്കിൽ പാടില്ല എന്നർത്ഥം. അതല്ല, ഇന്ന് മനുഷ്യൻ 100 രൂപ ചോദിച്ചാൽ വരെ തരാൻ മടിച്ചാൽ അത് ഒന്ന് ബിസിനസ്സുകാർക്കിയാൽ മതി വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ സക്കാത്ത് കമ്മിറ്റി ഇല്ലാണല്ലോ, പോയില്ലേ. അപ്പൊ ഇസ്ലാം മതം ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ബാങ്കിനെ സമീപിക്കലൊക്കെ ഇല്ലാതിരിക്കാനാണ് സക്കാത്ത് സംവിധാനം വെച്ചത്. അതൊന്നുമില്ല. അപ്പൊ നിർബന്ധം വേണ്ടി വരും. അത് കിട്ടുമ്പോൾ കൊടുത്താൽ മതി നിങ്ങള്. കാരണം നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നില്ലേ. അതിന് കടം അങ്ങനെ തന്നെ. 10 ലക്ഷം എടുത്തതിന്റെ കടമാണ്. കടം കൊടുത്തത് 10 ലക്ഷം റുപ്യ നിങ്ങൾ കടം കൊടുത്തേക്കണ്. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കൊടുക്കണം. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അത് ബിസിനസ്സിക്ക് ഇറക്കാലോ. ഈ ബിസിനസ്സിക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കൊല്ലം കൊല്ലം കൊടുത്ത് തിന്നു തീരും. നേരെ മാറ്റി നിങ്ങൾ സഹായിച്ചത് നിങ്ങൾ നിയന്ത്രണത്തിലില്ല. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ്സിക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പം അധിക പണ്ഡിതന്മാർ പറഞ്ഞ ലഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി സക്കാത്ത്. വിഷമിക്കുക എന്നുള്ള നിലക്ക് കൊടുക്കുക, കുടുംബം എന്ന നിലക്കല്ല എന്നർത്ഥം. കുടുംബത്തിനാണ് സക്കാത്തിൽ പരിഗണന. എന്നമ്മ സ്വതക്കാത്തുലിൽ ഫുഖറായി വൽ മസാഖ് വൽ ആമിലീന. പൊതു ദാനധർമ്മത്തിന് കുടുംബത്തിനാണ്. ലൻ തനാലു ബിർറ വഅത്തൽ മാല അലാ ഉബ്ബിഹി ദവിൽ ഖുർബ. സാധാരണ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഖുർആൻ കുടുംബത്തിനാണ്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുടുംബം പറഞ്ഞ അനാഥക്കുട്ടി പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അനാഥക്കുട്ടിൻ്റെ നിന്ന് സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും. അനാഥ എന്ന് പറഞ്ഞാൽ ഉപ്പ മരിച്ച് പ്രായപൂർത്തി എത്താത്ത കുട്ടി. അപ്പൊ കോടീശ്വരനാണെങ്കിലും ഓന് യതീം എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് നബിയാണ് യതീമിന്റെ സ്വത്ത് നിങ്ങൾ സക്കാത്ത് നിന്ന് നശിപ്പിക്കരുത്, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ഇറക്കണം. അപ്പൊ യതീമിന്റെ സ്വത്താണെങ്കിലും നിസാബത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് അനാഥക്ക് സക്കാത്ത് പറയാം. അനാഥ ചിലപ്പോൾ കോടീശ്വരൻ ഓന്റെ ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും. ഫക്കീർ മിസ്കീന് ആ പരിഗണനന്റെ അടിസ്ഥാനത്തിൽ നടത്തും. അതെ, അത് നേരിട്ട് എന്താണ് 1/3 കൊടുക്കാന്ന അത് നബിയുടെ അളവ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ, നല്ല വ്യവസ്ഥാപിത കമ്മിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 33 രൂപ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാന്ന അത് ഹദീസിൽ സഹിഹ ഹദീസിൽ വന്നിട്ടുണ്ട്. അതേ സമയത്ത് സക്കാത്ത് സംവിധാനം ഒന്നും ഇല്ലാത്ത രംഗാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ കൊടുക്കാം. സെല്ല് അവിടെ ഇല്ലാത്തതാണെങ്കിൽ മുഴുവൻ കൊടുക്കാം, സംവിധാനം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ. പിന്നെ സക്കാത്ത് ദുരുപയോഗപ്പെടുത്താന്ന് ബോധ്യപ്പെട്ടാലും ചെയ്യും. നേരത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് ദുരുപയോഗപ്പെടുത്താനും കൊടുക്കണമെന്നാ. പക്ഷെ അല്ലെങ്കിൽ ഗവൺമെന്റ് യുദ്ധത്തിന് വരും. അപ്പൊ നബി പറഞ്ഞ് യുദ്ധം നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു ദുരുപയോഗപ്പെടുത്തിയാലും നിങ്ങൾ കൊടുത്താൽ നിങ്ങളെ ബാധ്യത കൂടുന്നതാണ്. പക്ഷെ കമ്മിറ്റി ആകുമ്പോൾ പ്രശ്നമില്ല. കമ്മിറ്റി ഗ്രൂപ്പൊക്കെ നോക്കി സക്കാത്ത് കൊടുക്കണം. ഇടവണ്ണയൊക്കെയുള്ള സ്വഭാവം അതാ. ഗ്രൂപ്പ് നോക്കിക്കാണ്ട് സക്കാത്ത് അതല്ലാത്തവനും 1 ലക്ഷം ഇപ്പൊ കൊടുക്കും. പച്ച സാധു ഗ്രൂപ്പ് മാറിയാലും ചെയ്യൂല, കൊടുക്കൂല. അങ്ങനെയൊക്കെ ദൂർത്തടിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം. അതായത് ഇസ്ലാമിക് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അപ്പോഴും പാടില്ല എന്നർത്ഥം. ഒരു വൈനാക്കലും അത് കിലാബ എന്നൊക്കെ നബിയാണ്. പട്ടിന്റെ ഇറച്ചി തിന്നാലും ഓലത് അതുകൊണ്ട് 4 പെണ്ണെട്ടം പോയാലും
നിങ്ങൾ നിങ്ങളെ ബാധ്യത നിർവഹിച്ചാണ് കൊടുത്താളേ എന്നാണ്, അല്ലെങ്കിൽ യുദ്ധം നേരിടേണ്ടി വരുവേ. പാവങ്ങളാണെങ്കിൽ അത് പാടില്ല. പ്രായപൂർത്തി എത്തിയാലും പപ്പാക്ക് ബാധ്യത ഉണ്ട് എന്നാ, മക്കൾക്ക് ഭാര്യക്കൊക്കെ ചെലവ് കൊടുക്കല്, കുട്ടിയൊക്കെ. അപ്പൊ ചെലവ് കൊടുക്കാൻ നിർബന്ധിതരാണെങ്കിൽ കുട്ടി പ്രായപൂർത്തി എത്തിക്കണം, പക്ഷെ ദരിദ്രനാണെങ്കിൽ ഉപ്പാന്റെ ഒരു ബാധ്യതയാണെന്ന, അപ്പൊ പാടില്ല. ചിലവ് കൊടുക്കാൻ നിർബന്ധിതരായവർക്ക് സക്കാത്ത് പാടില്ല എന്ന. ദാനധർമ്മം ചെയ്യാം. ഭർത്താവ് മതിയാണെന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശുപാർശ നിങ്ങൾ നേരിട്ട് കൊടുക്കാതെ നിങ്ങൾ സക്കാത്ത് കമ്മിറ്റിനെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ പരിഗണിക്കണം എന്ന് പറയാം. അങ്ങനെയാവണം. ഡയറക്റ്റ് പറ്റൂല എന്നർത്ഥം. മക്കളാണെങ്കിൽ കാരണം അവര് വേറിട്ട് ജീവിക്കാനല്ല നമ്മളെ ബാപ്പാന്റെ ബാധ്യത തന്നെയാ ചെലവ് കൊടുക്കുക എന്നുള്ളത്. ദരിദ്രരാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എന്നർത്ഥം. കുടുംബാണെങ്കിലും മകന് ഇതല്ല അല്ലാതെ കൊടുക്കണം. നിങ്ങള് ബാധ്യത ഉണ്ട്. നിങ്ങളെ മോനല്ലേ, ആ മോന് ദരിദ്രനാണെങ്കിൽ സക്കാത്ത് അല്ലാത്ത കടപ്പാട് നിങ്ങൾക്ക് ഉണ്ട് എന്നർത്ഥം. അത് പണ്ഡിതന്മാരെ കേൾപ്പിച്ച് പറഞ്ഞാണേ. നഫക്കത്ത് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ ദാനധർമ്മേ പറ്റുള്ളൂ, സക്കാത്ത് പറ്റൂല എന്ന. ഏത് കാണും അന്യോന്യം കാണുമ്പോൾ സലാം പറഞ്ഞ മടക്കുമ്പോഴാണ് ഖുർആൻ പറഞ്ഞത്. അതുപോലുള്ളത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന മടക്കുമ്പോഴാണ്. സലാം പറയും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. മടക്കുമ്പോ ഖുർആൻ തന്നെ പറഞ്ഞ ഒന്നുകിൽ അസ്സലാമു അലൈക്കും മുസ്സലാം, അല്ലെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നാണ്. അങ്ങനെയാണ് മടക്കുമ്പം വർദ്ധിപ്പിക്കുന്നത്. സലാം പറയുമ്പോൾ നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി അസ്സലാമു അലൈക്കും എന്നുള്ളത്. നേരെ മറിച്ച് കുത്തുബിയിലൊക്കെയാണ് അങ്ങനെ പറയാറുണ്ട്. ഒരു സസ്യനൊക്കെ ആണെങ്കിൽ അത് ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. വേണേ പറയാം. മൊത്തത്തിൽ സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞില്ല. ഇനി വർദ്ധിപ്പിച്ച് പറഞ്ഞതും ഹദീസ് ഉണ്ടില്ല ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതൽ അങ്ങനെയാണ്. അപ്പൊ പറയുമ്പോൾ നമ്മൾ അത്ര പറഞ്ഞാൽ മതി. പറയുമ്പോൾ തന്നെ റഹ്മത്ത് വർക്കാത്ത് പറഞ്ഞതും ഹദീസ് വന്നിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത. ഒന്നും ചെയ്യണ്ട, മയ്യത്ത് നിസ്കരിക്കണം. ശരീരം കിട്ടിയില്ല ഇങ്ങനെയാണെങ്കിൽ ആവണം. അല്ലെങ്കിൽ മൃഗം തിന്ന്, ഞാൻ വിശദീകരിച്ച കുത്തി, മൃഗം തിന്നിട്ട് സിംഹം തിന്ന ഒരു കയ്യേറ്റേ കിട്ടിയുള്ളൂ, എന്നാ കൈ വെച്ചിട്ട് നിസ്കരിച്ചണം. എന്നാ ആ വിമാനത്തിലൊക്കെ ആക്കണ്ടാണെങ്കിൽ മറ്റുള്ള ഇതൊന്നുമില്ല. മയ്യത്ത് കുളിപ്പിച്ചലൊന്നും മയ്യത്തില്ലല്ലോ, തസ്ബീത്തും ഇല്ല, ആസ്കാരം മാത്രം. സലാം കിട്ടുന്നത് അള്ളാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പഠിച്ചാൽ റഹ്മത്തുള്ള ആള് വേണമെന്നില്ല. സൃഷ്ടികൾക്ക് അതിന് ആള് വേണമെന്നില്ല. അള്ളാനോട് നമ്മൾ പ്രാർത്ഥിക്കുക, പഠിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യണം, സലാം രക്ഷയിറങ്ങണം എന്ന് പറയാം. അപ്പൊ അതേ ഉദ്ദേശിക്കുള്ളൂ. നിർത്തല്ലേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد.